ട്രാൻസ്ഫോർമേഷൻ മിഷൻസിൻ്റെയാണ് സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. കഴിഞ്ഞ സ്റ്റഡി നമുക്ക് കൂടുവാൻ സാധിച്ചില്ല, എങ്കിലും ഈ ആഴ്ച കൂടുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് 17ാമത്തെ സെഷൻ, അപ്പോസ്തല പ്രവൃത്തി 15ാമത്തെ അധ്യായം, 17th സെഷൻ, ചാപ്റ്റർ 15, ജെറുസലേം കൗൺസിൽ. അതാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. അതിനോട് ചേർന്ന് സുവിശേഷീകരണത്തിൻ്റെ ഒരു ചെറിയ മോഡലൂടെ നമ്മൾ ഇന്ന് ഒരുമിച്ച് നോക്കും. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ, പ്രോമിസ് ചെയ്തതുപോലെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജോയിൻ ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. ഞങ്ങൾ ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഹരിയാനയിലായിരുന്നു. അവിടുന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ ഇപ്പോഴെങ്കിലും തീരത്തില്ല. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ പറയും. ഓരോ ആളുകളുടെ കഥ എനിക്ക് തോന്നുന്നൊരു 15-20 മിനിറ്റ് എടുത്താലേ പറയാനൊക്കത്തുള്ളൂ. പക്ഷെങ്കിൽ ഞാനിത് വളരെ പെട്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി. ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ബാക്കിയുള്ളത് ഫില്ല് ചെയ്യാം. ഞങ്ങൾ യാത്ര തുടങ്ങി ഉത്തരാഖണ്ഡിലാണ്. അവിടെ ഒരു മിഷണറി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ബൈബിൾ കോളേജ് ഉത്തരാഖണ്ഡിൻ്റെ ഒരു ഭാഗത്ത് കർത്താവിൻ്റെ ദാസൻ ജോർജ് ചവണക്കാമണ്ണിൽ എന്ന് പറഞ്ഞൊരു കർത്താവിൻ്റെ ദാസൻ 40 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ ദർശനം ഉണ്ടായി അവിടെ വന്ന് തുടങ്ങി ആരംഭിച്ചതാണ്. മനോഹരമായ ഒരു ക്യാമ്പസ്. ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെങ്കിൽ ഇപ്പോൾ അതൊന്നും പറയുന്നില്ല. അവിടെ അപ്പയും ഞാനും ബാക്ക് ടു ബാക്ക് ഞങ്ങൾ ശുശ്രൂഷിക്കുകയായിരുന്നു 3 ദിവസം, രാവിലെ മുതൽ രാത്രി വരെ വിവർ പ്രീച്ചിങ്. വലിയ സന്തോഷമായിരുന്നു. അപ്പയുടെ കൂടെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരുമിച്ച് ഇങ്ങനെ ശുശ്രൂഷിക്കാൻ എനിക്ക് സാധിച്ചത്. അതുകൊണ്ട് വലിയ അനുഗ്രഹമായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ മനോഹരമായി ആളുകളുടെ ഇടയിൽ പ്രവർത്തിച്ചു. എന്നാൽ ഈ ഒരു വ്യക്തിയെ ഞാൻ പെട്ടെന്ന് പരിചയപ്പെടുത്തി അടുത്ത കാര്യത്തിലേക്ക് പോകാം. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ ഒരുപാട് കാര്യം പറയണമല്ലോ. ഇവിടെ ഇരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ അറിയത്തില്ല കേട്ടോ. മണിപ്പൂരിൽ നിന്നാണ് ഇദ്ദേഹം. ടലിയാങ് അങ്ങനെയാണ് ആ പുള്ളിയുടെ പേര്. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ. കർത്താവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ വേണ്ടി അദ്ദേഹം ബൈബിൾ കോളേജിൽ വന്നു. ബൈബിൾ കോളേജ് വന്ന് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാമല്ലോ, മണിപ്പൂരിൻ്റെ ലഹളകളും ഇഷ്യൂസൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ നടുക്ക് ചർച്ചാമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിൻ്റെ മെയിൻ സംഭവം. അവിടെയാണ് ഈ ഇഷ്യൂ, ട്രൈബ്സ് മേത്തി, അതിൻ്റെ ഇടയിൽപ്പെട്ട ഒരു ഫാമിലിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് അവധിക്ക് തിരിച്ചു പോകാൻ പോലും പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ബിസിനസ് മുഴുവൻ നഷ്ടപ്പെട്ടു. ചെറിയ ബിസിനസ് ആയിരുന്നു കേട്ടോ. ഈ വെറും പാവങ്ങളാണ്, കണ്ടാൽ നല്ല സുന്ദരനായിട്ടൊക്കെ ഇരുന്നാണ്, വെറും പാവങ്ങളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇദ്ദേഹം തിരിച്ച് വീട്ടിൽ പോലും പോകാൻ പറ്റത്തില്ല. അപ്പോൾ കഴിഞ്ഞ ഹോളിഡേക്ക് വീട്ടിൽ പോകാൻ പറ്റാഞ്ഞതുകൊണ്ട് സങ്കീർത്തനം 119 മുഴുവൻ കാണാതെ അങ്ങ് പഠിച്ചു. സങ്കീർത്തനം 119 ഞങ്ങൾ അവളായിരുന്നപ്പോൾ പ്രസംഗിക്കുന്നതിന് മുമ്പ് സാം 119 കാണാതെ എല്ലാ വാക്യത്തിനും നമ്പർ ഇട്ട്, ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല കേട്ടോ. ഞാൻ യൂട്യൂബിലും കണ്ടിട്ടുണ്ട് പലരും ചെയ്യുന്നത്. പക്ഷെങ്കിൽ നമ്പർ ഇട്ട് സങ്കീർത്തനം 119 എല്ലാ വാക്യങ്ങളും ഒരു പ്രാവശ്യം പോലും തെറ്റാതെ, എൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, എപ്പോഴെങ്കിലും അതിൻ്റെ കുറച്ച് ഭാഗം നിങ്ങളെ കാണിക്കും. ഓരോ വാക്ക് പോലും തെറ്റാതെ മുഴുവൻ. അപ്പം അത് ബൈബിൾ മുഴുവൻ നോക്കി എവിടെയെങ്കിലും തെറ്റുന്നുണ്ടോ, ഒരൊറ്റ തെറ്റ് കൂടാതെ അത് മുഴുവൻ പറഞ്ഞു. എന്തോ ഒരു ആ വചനം അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അന്തരീക്ഷം അങ്ങോട്ട് മാറുന്ന കാണണമായിരുന്നു, ആ അറ്റ്മോസ്ഫിയർ. അപ്പം ഞാൻ ചോദിച്ചത് എങ്ങനെയാ? അപ്പോൾ പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ദൈവവചനമായിരുന്നു പഠിച്ചു. നമുക്കാണെങ്കിലേ ചില സമയം കിട്ടിയാൽ നമ്മൾ എന്നാ ചെയ്യും എന്നുള്ളത് എനിക്ക് വലിയൊരു ചാലഞ്ചായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങളൊരു ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പല സ്ഥലങ്ങളിലൊക്കെ പോയി. അതൊന്നും ഇപ്പോൾ പറയാൻ സമയമില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പഞ്ചാബിൽ വന്നു. പഞ്ചാബിൽ ഒരു കാര്യം മാത്രം പറയാൻ, നമ്മുടെ ബിൽഡിംഗ് വരുന്നുണ്ടല്ലോ, അതിന് മുമ്പുള്ള റെൻറ്റഡ് സ്മോൾ ബിൽഡിംഗ് ആണ്. ഇവിടെയാണ് നമ്മുടെ സഹോദരന്മാർ അവിടെ കമ്പ്യൂട്ടർ, അതായത് ഭയങ്കര ബാക്ക്വേർഡായിട്ടുള്ള പെൺകുട്ടികൾക്ക് ഒട്ടും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പെൺകുട്ടികൾ കമ്പ്യൂട്ടർ പഠിപ്പിച്ച് സർട്ടിഫിക്കേഷൻ, ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ തന്നെ ഫ്രീ ആയിട്ട് അവരെ പഠിപ്പിച്ച്, അതിൻ്റെ ടീച്ചേഴ്സാണ് മുമ്പിലിരിക്കുന്നത്. എല്ലാം നമ്മുടെ വിശ്വാസികളാണ്. ഈ അഞ്ജലി, ഏറ്റവും ലെഫ്റ്റിൽ ഇരിക്കുന്ന അഞ്ജലി ആക്ച്വലി ഒരു ഓർഫൻ ഗേളായിട്ട് നമ്മുടെ കൂട്ടത്തിൽ 10-25 വർഷം മുമ്പ് വന്ന് നമ്മൾ വളർത്തിയ കൊച്ചാണ്. ഇപ്പോൾ അവിടുത്തെ ടീച്ചറാണ്. അതുപോലെ തന്നെ ദീപകും രേഖായും ബാണബസും എല്ലാവരും ഉണ്ട്. പുറയിലിരിക്കുന്നവരാണ്. സർട്ടിഫിക്കറ്റ് കിട്ടിയവർ മാത്രം അവരുടെ സർട്ടിഫിക്കറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ കൂട്ടത്തിൽ ആരും ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്നുള്ള ഈ കൂട്ടത്തിൽ 2 പേര് കർത്താവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ പക്ഷത്തായി കേട്ടോ. ഈ കുഞ്ഞുങ്ങളെ 2 പേര് അവർ ഇപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് ആരാധനയ്ക്ക്, ഒരുപാട് കഥകളുണ്ട്, പറയാൻ സമയമില്ല, പിന്നെ എപ്പോഴെങ്കിലും. അതിനുശേഷം ഞങ്ങൾ റായ്പൂർ റാണി, അതായത് ഹരിയാനയിലെ റായ്പൂർ റാണി ചർച്ചിൽ പോയി. അവിടെ ഒരു സാറ്റലൈറ്റ് സ്റ്റേഷൻ, നമ്മുടെ മെയിൻ സ്റ്റേഷനിൽ നിന്നുള്ള സാറ്റലൈറ്റ്. അവിടുത്തെ സഭ വളരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, രോഹിത് കനൽ എന്ന് പറഞ്ഞൊരു വെരി ഹൈ കാസ്റ്റ് ഒരു ആള് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി 24-23 വർഷങ്ങൾക്ക് മുമ്പ് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന വഴിയിൽ ഒരു ജീസസ് ഫിലിം കണ്ട് കർത്താവിൻ്റെ പക്ഷത്തേക്ക് വന്ന് നമ്മുടെ കൂട്ടത്തിൽ വളർന്ന ഒരു
കർത്താവിൻ്റെ ദാസൻ, പുള്ളിയുടെ ഫോട്ടോ എനിക്കില്ല, ഞാൻ പിന്നെ എപ്പോഴേലും കാണിക്കാം. പുള്ളി ഇപ്പുറത്ത് നിൽക്കുക ഈ ലെഫ്റ്റ് സൈഡിൽ, രോഹിത് കനൽ. അദ്ദേഹം തുടങ്ങിയ ഒരു ശുശ്രൂഷയാണ്, ഒരു ചെറിയ റൂമിനകത്ത് തുടങ്ങിയതാണ്. അതിനുശേഷം ഒരു ബിൽഡിംഗ് നമ്മൾ പണിത് കൊടുത്തു. ഇപ്പം ബിൽഡിങ്ങിനകത്ത് ഇരിക്കാൻ സ്ഥലമില്ല. ഇത് ആക്ച്വലി നമ്മുടെ സാധാരണ കൂടുന്നതിൻ്റെ പകുതി ആളുകളേ ഉള്ളൂ. കാരണം മിഡ് വീക്ക് ആയതുകൊണ്ട് ഞങ്ങളൊന്ന് ഒരു ചെറിയ മീറ്റിംഗ് നടത്തി, ഒരു സ്മോൾ മീറ്റിംഗ്, അതിനുവേണ്ടി കൂടിയതാ. സാധാരണ ആളുകൾ പുറത്തിരുന്ന് അതിൻ്റെ പുറത്തിരിക്കുക. അപ്പം നമുക്ക് സ്ഥലം പോരാതെ വണ്ണം ദൈവം തൻ്റെ സഭയെ നിറയ്ക്കുന്ന കാര്യമാണ്. ഇവരൊന്നും, ഞാൻ പറഞ്ഞില്ലേ, ഒറ്റയാൾക്കൊരു ക്രിസ്ത്യാനിയുടെ പേരില്ല, ഒരാൾക്ക് പോലും ഈ കൂട്ടത്തിൽ. എല്ലാവരും മറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞ് സുവിശേഷം അറിഞ്ഞ് വില കൊടുത്ത് വരുന്ന ഒരു കൂട്ടരാണ് ഇവരെല്ലാം. അപ്പം ഇതാണ് മുമ്പിൽ ആനി, നല്ലൊരു കൊച്ച്, വചനമൊക്കെ നല്ല സൂപ്പറായിട്ടിരുന്ന് കേൾക്കും. ഇവരൊക്കെ വലിയ സന്തോഷം. അത് റായ്പൂർ റാണിയിൽ നമുക്കത് എങ്ങനെ അതൊന്ന് വലുതാക്കി കൊടുക്കണമെന്ന് അവർ പറയുന്നുണ്ട്. ഒരു ഷെഡെങ്കിലും പണിഞ്ഞു, പക്ഷെ അത് എങ്ങനെ ചെയ്യുമെന്നൊന്നും അറിഞ്ഞുകൂടാ. കാരണം അവിടെ സ്ഥലമില്ലെന്ന് മാത്രമല്ല, നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റ് ചില ഓപ്പോസിഷൻ വരും. കാരണം ശബ്ദം പുറത്തു പോകാൻ പാടില്ല. വലിയ പ്രയാസമാണ് ഈ പ്രതികൂലങ്ങളുടെ. ഇവിടുത്തെ പിള്ളേർ നല്ലതുപോലെ പഠിക്കുന്നുണ്ട് സ്കൂളിൽ, പക്ഷെങ്കിൽ സ്കൂളിൽ അവരെ ഹരാസ് ചെയ്യുകയാണ്, അവരെ നല്ലതുപോലെ ഹരാസ് ചെയ്യുകയാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് കാരണം. പിന്നെ അവരുടെ മാർക്കൊക്കെ നല്ലതായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ ഇടയ്ക്ക് പറയും, അടുത്തൊരു ക്രിസ്ത്യൻ സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ അവരെ ഒന്ന് വിട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ലാതെ അവർക്ക് അതുകൊണ്ട് ഒരു വളരെ വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ് ഇവരെല്ലാം കടന്നു പോകുന്നത്. നിങ്ങൾ മറക്കരുത്. ഇത് തേജിലിയിലെ യൂത്ത് ഗ്രൂപ്പാണ്. പിള്ളേരിയ്ക്കുന്ന ഇരിപ്പ് കണ്ടോ, വചനം കേൾക്കുകയാണ്, ഹിന്ദി ബൈബിളും തുറന്നു വെച്ചുകൊണ്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടു കഴിഞ്ഞ്, ഇവരൊന്നും, ഞാൻ പറഞ്ഞില്ല, ഒരു ക്രിസ്ത്യൻ പാരമ്പര്യമുള്ള കുടുംബങ്ങളല്ല, ഓർത്തോണം. അവർ ഇരിക്കുന്ന ഇരിപ്പാണ്. ഒരൊറ്റ മിനിറ്റ് പോലും. ഇവിടെ ആണെങ്കിൽ ഉറക്കം വരുന്നു, അങ്ങോട്ട് കിടക്കുന്നു, ഇങ്ങോട്ട് തിരിയുന്നു, ഒരുത്തൻ പുറകിലോട്ട് ഓടുന്നു, ഇത് ഒരൊറ്റ അനക്കമില്ല. ഞാൻ 2 മണിക്കൂറാണ് യൂത്ത് മീറ്റിങ്ങിന് പ്രസംഗിച്ചോട്ടെ, 2 മണിക്കൂർ. അപ്പം എന്നോട് പറഞ്ഞു, എന്തുവാടാ ഇത്രയും നീ പറയുന്നതെന്ന്. 2 മണിക്കൂർ. ഞാൻ പറഞ്ഞു, അവർ കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുക, അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു മീറ്റിങ്ങിന് അവർക്ക് ബ്രേക്കും വേണ്ട, ഒന്നും വേണ്ട. വളരെ പ്രസംഗം മാത്രം 2 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചു. പിന്നെ മീറ്റിംഗ് എനിക്കൊന്ന് 4-4.5 മണിക്കൂർ ഉണ്ടായിരുന്നു. ഇത് നാരായൺഘട്ട് എന്ന് പറഞ്ഞൊരു വേറൊരു സ്ഥലമാണ്. ഇത് ഞാൻ പറയാനുള്ള സ്റ്റോറി പെട്ടെന്ന് പറഞ്ഞു തരുക. ഡാനിയൽ ഭൂജൽ എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു മിഷണറിയാണ്. പക്ഷെങ്കിൽ ഡാനിയൽ ഭൂജലിനെ ഞാൻ ആദ്യം കാണുമ്പോൾ, ഡാനിയൽ ഭൂജലിന് 16 വയസ്സും എനിക്ക് 12-13 വയസ്സ് കേട്ടോ, 12 വയസ്സ്. ആദ്യം ഞാൻ കാണുമ്പോൾ, ഞാൻ ജമ്മുവിലോട്ട് പോവാണ് അപ്പയുടെ കൂടെ. അന്ന് ഞങ്ങൾ ട്രെയിനൊക്കെ കയറി. അന്ന് ഒരു രസകരമായ സ്റ്റോറി ഞാൻ പറയാം. ആ ഫോട്ടോ എൻ്റെ കാണിച്ചു. ആ ഫോട്ടോ എനിക്ക് കിട്ടിയില്ല, അല്ലെ ഞാൻ അതോടെ കാണിച്ചേനെ. അപ്പോൾ 12-13 വയസ്സായപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് പോകുമ്പോൾ, ഞങ്ങൾ ആദ്യം ഡൽഹിയിൽ ഇറങ്ങി പാലിക ബസാർ എന്ന് പറഞ്ഞൊരു ബസാറിൽ ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്കൊരു ജീൻസ് വേണം. അന്ന് എനിക്ക് ജീൻസ് ഇല്ല, അപ്പോൾ എനിക്കൊരു ജീൻസ് വാങ്ങിക്കണം. അപ്പോൾ പാലിക ബസാർ വളരെ വില കുറച്ച് കിട്ടിയതുകൊണ്ട് അവസാനം എനിക്കൊരു ബ്ലാക്ക് ജീൻസ് അന്ന് വാങ്ങിച്ചു. ഞാൻ ആ ബ്ലാക്ക് ജീൻസൊക്കെ വാങ്ങിച്ച് വളരെ സന്തോഷത്തോടെ അവിടുന്ന് ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ജമ്മുവിൽ. അപ്പം ഡാനിയൽ ഭൂജൽ കർത്താവിനെയൊക്കെ അറിഞ്ഞപ്പം, കർത്താവിനെ അറിഞ്ഞെന്ന് 16 വയസ്സേ ഉള്ളൂ. ഡാനിയൽ ഭൂജൽ അവിടുത്തെ നമ്മുടെ ഹോളും റൂമും ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് ഡാനിയൽ ഭൂജൽ. കിച്ചണിൽ ഹെൽപ്പ് ചെയ്യും, പിന്നെ ഹോള് ക്ലീൻ ചെയ്യും, ഇങ്ങനെ ഉള്ള ഒരു പാർട്ടിയാണ് ഡാനിയൽ ഭൂജൽ. അപ്പം ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പുള്ളിയെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പം ഞാൻ പുള്ളിക്ക് 16, എന്നെക്കാട്ടിലും അന്ന് സൈസ് കുറവാണ് പുള്ളിക്ക്. അപ്പം അമ്മ എന്നോട് പറഞ്ഞടാ, നിൻ്റെ ജീൻസ് ഇവന് കൊടുക്കണം, കാരണം ഇവനെ ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ആ കൂടെയുള്ള ജീൻസ് എന്നാലും കൊടുത്തോന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തു. അപ്പം പുള്ളിക്ക് 16 വന്ന് എനിക്ക് 13. അപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ ജീൻസ് പുള്ളിക്ക് കൊടുത്തു. പറയാനുള്ള കാരണം, അത് കഴിഞ്ഞ് പുള്ളി നമ്മുടെ കൂടെ വളർന്ന് നല്ലതുപോലെ ബൈബിള് പഠിച്ച് കഴിഞ്ഞ 20 years മേളിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. കർത്താവിൻ്റെ വിളി കേട്ട് അദ്ദേഹം നാരായൺഘട്ടിൽ ഒരു ന്യൂ ഫെലോഷിപ്പ് തുടങ്ങി. ഇന്ന് ആ ഫെലോഷിപ്പിൻ്റെ ഇതിന് മുമ്പിലായിരിക്കുന്നത്. അതിൻ്റെ ഫോട്ടോ വലുതായിട്ട് കാണിക്കാൻ പറ്റിയില്ല. ഇതിനകത്ത് ഒരു മുട്ടുസൂചി ഇടാൻ സ്ഥലമില്ല. പോർച്ചിലൂടെ ഇരുന്നാൽ പോലും ഇരിക്കാൻ സ്ഥലമില്ലാത്ത വണ്ണം ആണ് വിശ്വാസികൾ കൂടുന്നത് കേട്ടോ. ഈ ഡാനിയൽ ഭൂജൽ ഒരൊറ്റയാൾക്ക് ഇരിക്കുക. എന്നോട് പറഞ്ഞു ബ്രദർ, അപ്പുറത്തെ എവിടെയെങ്കിലും നമുക്ക് ഇച്ചിരി സ്ഥലം വാങ്ങിച്ചാൽ അവിടെയെങ്കിലും ആളുകൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ പാക്ടാണ്. പാക്ട് എന്ന് പറഞ്ഞാൽ പാക്ടാണ്, ഇൻക്ലൂഡിങ് ദ പോർച്ച്. അകം മാത്രമല്ല, ഇൻക്ലൂഡിങ് ദ പോർച്ച്. നല്ലതുപോലെ ഇപ്പോൾ ഇംഗ്ലീഷ് പറയും, നല്ലതുപോലെ പ്രസംഗിക്കും. താനും തൻ്റെ ഭാര്യയും കൂടാണ് ഈ ഫോട്ടോയ്ക്കകത്തിരിക്കുന്നത്. പറയുന്നതിൻ്റെ കാരണം, ഇദ്ദേഹം ഈ പ്രാവശ്യം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല തണുപ്പിനൊരു ജാക്കറ്റ് വാങ്ങിച്ചു തന്നു.
എന്നിട്ട് എനിക്ക് മാത്രമല്ല, എനിക്കും എൻ്റെ പിതാവിനും ഒരു ജാക്കറ്റും പിന്നെ വീട്ടിൽ പിള്ളേർക്ക് ഒരു ഗിഫ്റ്റും കൊടുത്താണ് ഇദ്ദേഹം വിട്ടത്. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിച്ച ഇത്ര മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചിലപ്പോൾ നമുക്ക് 20, 25, 30 വർഷം കഴിയുമ്പോഴേ കാണാനൊക്കത്തുള്ളൂ. മനസ്സിലായോ? പക്ഷേ ഇഫ് വി ക്യാൻ ജസ്റ്റ് ബി കൺസിസ്റ്റൻറ്റ്, ദൈവം വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ പുവർ ബാക്ക്ഗ്രൗണ്ടാണ്. രോഹിത് കനാലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര വലിയ ഹൈ കാസ്റ്റ് ഏത് ബാക്ക്ഗ്രൗണ്ട് എന്നൊന്നും അല്ല വിഷയം. കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് ചെയ്യുന്ന പ്രവർത്തികളുണ്ടല്ലോ, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അമ്പരന്ന് പോവും. അപ്പോൾ അത് ഡാനിയൽ ബൂജല്. പിന്നെ നമ്മുടെ പഞ്ചാബിലെ രാജ്പുരയിലെ ബിൽഡിംഗ് ഓർക്കുന്നു, നമ്മളന്ന് കൺവെൻഷൻ നടത്തി ബിൽഡിംഗ് പൊങ്ങി വന്നു. ഇനി വാർപ്പൂടെ ഉള്ളൂ. വാർപ്പ് 3 monthsനുള്ളിൽ ദൈവം സഹായിച്ചാൽ മുഴുവൻ തീരും. അത് കഴിയുമ്പോൾ നമുക്ക് ഒരുമിച്ച് ആരെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകണം. ഇത് നമ്മുടെ പഞ്ചാബിലെ ഒരു ചെറിയ ടീമാണ്. നമ്മുടെ ഹാപ്പി സിംഗ്, പ്രസില്ല, പിന്നെ നമ്മുടെ അഞ്ജലി, പിന്നെ ദീപകും രേഖയും. അവർ ഇതിനു മുമ്പ് നല്ല മനോഹരമായ ഒരു സ്ട്രക്ചറാണ്. ദൈവത്തിൻ്റെ കാരണയാൽ മുമ്പിൽ സ്ഥലവും ഉള്ളതുകൊണ്ട് നമുക്ക് കൺവെൻഷനും നടത്താം ഈ വർഷം. അതുകൊണ്ട് കർത്താവ് ഇതിൻ്റെ പണിയെ പൂർത്തീകരിക്കാൻ സഹായിക്കുന്നു. ഇതെനിക്ക് തോന്നുന്നു 3 monthsനുള്ളിൽ നമുക്ക് തീരും. അതിൻ്റെ ചുറ്റും മതിലും കെട്ടി കഴിഞ്ഞു. അതൊരു അപ്ഡേറ്റ്. ഇതാണ് നമ്മുടെ യൂത്ത് മീറ്റിംഗ് തേജലി. ഇതാണ് നമ്മുടെ മെയിൻ സെൻറ്റർ, ഹരിയാനയിലെ മെയിൻ സെൻറ്റർ തേജലിയിൽ യൂത്ത് മീറ്റിംഗ് ആണ്. പാക്ട് ആണ്. ഇത് ലീഡ് ചെയ്യുന്നത് ആക്ച്വലി സണ്ണി ശർമ്മ എന്ന് പറയുന്ന ഒരു സീരിയലിനകത്ത് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പുള്ളിയുടെ ഫോട്ടോ ഇല്ല, ഞാൻ അടുത്ത പ്രാവശ്യം കാണിക്കാം. പുള്ളിയാണ് മുമ്പിൽ നിൽക്കുന്നത്. ആ പുള്ളിയുടെ സൈഡിൽ നിന്നാണ്. അദ്ദേഹമാണ് ഇതിന് പാട്ടിനൊക്കെ നേതൃത്വം കൊടുത്തത്. പുള്ളി കർത്താവിനെ അറിഞ്ഞ വലിയൊരു കഥയാണ്, വലിയൊരു സ്റ്റോറിയാണ്. പുള്ളി ഈ ചർച്ചിൻ്റെ ഭാഗമാണ്. ഇത് നമ്മുടെ തേജലി മെയിൻ നമ്മുടെ ചർച്ച്. അവിടെ നമുക്ക് എല്ലാ സൗകര്യങ്ങളുണ്ട്, നല്ല ഒരു സ്ട്രക്ചറുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മിഷൻ ഫീൽഡ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് മിഷൻ ഫീൽഡ്. അന്നൊരു ചെറിയ റൂമിൽ തുടങ്ങിയതാണ്. അപ്പയും എല്ലാവരും കൂടെ ചെന്ന് ഇത് തേജലി ചർച്ചിൽ ഞാനിത് കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇടത്തെ സൈഡിൽ അനു അജയ് കേട്ടോ. പിന്നെ നമ്മൾ ഈ വലത്തെ സൈഡിൽ കാണുന്നത് വിക്രം, സഭ്യ, അവരുടെ 2 പിള്ളേരും. അനുവും സഭ്യയും അവർക്ക് കുഞ്ഞു പെൺകുട്ടികളായി നമ്മുടെ കൂടെ വന്ന് പഠിച്ചതാണ്. അവരെ നോക്കാൻ ആരും ഇല്ലാഞ്ഞിട്ട് നമ്മുടെ കൂടെ വന്ന് പഠിച്ച് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു, തിരുവല്ലയിലുണ്ടായിരുന്നു കുറച്ച് നാൾ. മലയാളം 2 പേരും നല്ലപോലെ മലയാളം പറയും. നോർത്ത് ഇന്ത്യൻ പിള്ളേരാണ്. അവരെ നമ്മൾ നോക്കി, അവരെ പഠിപ്പിച്ചു, നല്ല എഡ്യൂക്കേഷൻ കൊടുത്തു. അവർ വിവാഹിതരായ അവരുടെ ഹസ്ബൻഡ്സാണ് ഇപ്പോൾ അജയും വിക്രവും ഇപ്പോൾ നമ്മുടെ മിഷണറി ലീഡേഴ്സായിട്ട് പ്രവർത്തിക്കുകയാണ്. ഈ പ്രാവശ്യം ചെന്നപ്പം യൂത്തിൻ്റെ ലീഡർഷിപ്പ് കൊടുത്തത് അജയും. വിക്രം പുതിയൊരു ഫീൽഡും ആരംഭിച്ചിരിക്കുകയാണ്, ആരും പോകാത്ത സ്ഥലത്ത്. എനിക്കൊന്ന് കഴിഞ്ഞ എപ്പോഴോ സെഷനിൽ ഞാൻ പറഞ്ഞു, ചിലപ്പോഴുണ്ടല്ലോ ഈ പെൺപിള്ളേരെയൊക്കെ നമ്മൾ എടുത്ത് വളർത്തുമ്പോൾ ചിലരൊക്കെ അങ്ങോട്ട് വളർന്നു കഴിയുമ്പോൾ നമ്മൾ തന്നെ ഓർക്കും, ഇവരൊക്കെ എന്തിനാടാ നമ്മൾ വേലിയിൽ ഇരുന്ന പാമ്പിനെ എടുത്ത് തോളെ വെച്ചെന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ചിലപ്പം നിരാശയൊക്കെ വരും, ഭയങ്കരമായിട്ട് നിരാശ വരും. ഞാൻ അപ്പോഴൊക്കെ പറയും, എന്തിനാ ഈ പണിക്കൊക്കെ പോകുന്നത്, ഉള്ള കാര്യമൊക്കെ നോക്കി പ്രസംഗിച്ച് നടന്നാൽ പോരെ. പക്ഷേ ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ പ്രിയമുള്ളവരെ, വെൻ യു സീ ദിസ്, നമ്മൾ കടന്നു പോകുന്ന എല്ലാ പ്രയാസങ്ങളും വെർത്താണെന്നുള്ളത്. കാരണം ഒരു കുടുംബത്തെ മുഴുവൻ കർത്താവിൻ്റെ വേലയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമാണോ? ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്, ഇറ്റ്സ് എ ബിഗ് തിങ്. അപ്പോൾ കർത്താവ് അങ്ങനെ ഒരു എന്താ പറയേണ്ടത്, എല്ലാം കൊണ്ടും നമ്മുടെ ഹൃദയവും മനസ്സും. ഇതാണ് വൈകിട്ടത്തെ ഒരു ചെറിയ മീറ്റിംഗ് നമ്മൾ കൂടി. അപ്പയും തമ്പിച്ചാനുമാണ്. ഇപ്പോൾ തമ്പിച്ചാനാണ്, അതായത് കുര്യൻ വർഗീസ്, അദ്ദേഹമാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ മിഷൻസ് ഇന്ത്യയുടെ ഫസ്റ്റ് മിഷണറിയാണ്. 34 വർഷം മുമ്പ് ആദ്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ലായിരുന്നു, അവിടെ റിസീവ് ചെയ്യാൻ ആളില്ലായിരുന്നു, ഒന്നുമില്ലാത്ത സ്ഥലത്ത് ഇദ്ദേഹം പോയി സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ വലിയ ഇഫക്റ്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഹരിയാനയിൽ. ഓക്കെ, ഇനി നമുക്ക് ഒത്തിരി സമയം കളയാനില്ല. ഒരുപാട് സമയം എനിക്കറിയാം നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെന്ന്, പക്ഷേ നമ്മുടെ ബൈബിൾ സ്റ്റഡി നടക്കണമല്ലോ. പക്ഷേ ഇതിനെയൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അവിടുത്തെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടല്ലോ, നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പോലല്ല. പ്രാർത്ഥനാ വിഷയം തുടങ്ങുമ്പോൾ ഇന്നയാൾ ഇന്ന ഫീൽഡിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഏത് ജയിലിലാണ് കിടക്കുന്നതെന്ന് പോലും അറിയത്തില്ല, ജാമ്യമില്ല. ഇങ്ങനത്തെ അവിടുത്തെ വിഷയങ്ങൾ. ഞാൻ ചിലപ്പോൾ ഓർക്കും, നമ്മുടെ വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിരി വരും. ചിലപ്പോൾ നമ്മൾ അവിടെ ഇരിക്കുമ്പോഴേ നമ്മുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ ചെറുതാണെന്നല്ല ഞാൻ ഈ പറയുന്നത്, പക്ഷേങ്കിൽ ഇവരുടെ വിഷയങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ പല കാര്യങ്ങളും നമ്മൾ അൺനെസസറി ആണ് നമ്മുടെ വിഷയങ്ങളെന്ന് പോലെ നമുക്ക് തോന്നി പോകും. അപ്പോൾ ഇവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് വളരെ ഭംഗിയായി തൻ്റെ സഭയെ പണിതുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കാണുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഹീ ഈസ് ഡൂയിങ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി, വളരെ മനോഹരമായി. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കണം, കാരണം പ്രയാസമുള്ള ഘട്ടമാണ്. അതുപോലെ എല്ലാ സ്ഥലത്തും നമ്മുടെ
ഹോളിനകത്ത് സ്ഥലമില്ല കേട്ടോ. ഈ സ്ഥലം പോരാതെ വണ്ണം ദൈവം നിറയ്ക്കുമെന്ന് പറഞ്ഞ് ഇതാണ്. പക്ഷെ അപ്പം ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതെല്ലാം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം നമുക്കുണ്ട്. ഞാൻ പറഞ്ഞ ചിലപ്പോൾ നമ്മുടെയൊക്കെ ഒരു ലിവിങ് റൂം പണിയുന്ന കാശ് മതി നമുക്ക് അവിടെയൊക്കെ ഒരു ഹോള് പണിയാൻ. അല്ലാതെ ഇതിനകത്തൊന്നും വലിയ മണിയൊന്നും ആവശ്യമില്ല. ചിലരുടെയൊക്കെ പട്ടിക്കൂടിൻ്റെ കാശ് മതി നമുക്കൊരു ഒരു ഒരു ഹോള് പണിയാൻ. സോ അതിനുവേണ്ടി പ്രാർത്ഥന. എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ എല്ലാ നമ്മുടെ സഹോദരങ്ങളും പറയും സ്ഥലമില്ല 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 കൂടാതെ സ്ഥലമില്ല. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ സെഷനിലേക്ക് ആരംഭിക്കാം. ഓക്കെ, ഔട്ട്ലൈൻ ഓഫ് ആക്സ് ഇന്ന് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ, നമുക്ക് സമയം പോയതുകൊണ്ട് നേരെ നമുക്ക് നമ്മുടെ മെയിൻ സെക്ഷനിലേക്ക് വരാം. ദ ജെറുസലേം ഫസ്റ്റ് കൗൺസിൽ ഓഫ് ജെറുസലേം, അതാണ് ഇന്ന് നമ്മുടെ വിഷയം. യെരുശലേമിലെ കൗൺസിൽ. കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് നമ്മുടെ സഭ ഈ തുടങ്ങിയതിന് ശേഷം എപ്പോഴും പല സമയങ്ങളിലായിട്ട് സഭാ നേതൃത്വം ഈ ആശയപരമായി ദൈവശാസ്ത്രപരമായ ഇഷ്യൂസ് വരുമ്പോൾ അവർ ഒരുമിച്ച് കൂടും. എന്തിനു വേണ്ടിയാണ്? ചില കാര്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിലൊരു കൺക്ലൂഷൻ വരാൻ. അപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് 7 കൗൺസിൽസ് ആണ് ടോട്ടൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന മെയിൻ കൗൺസിൽ. നമുക്കെല്ലാം സാധാരണ അറിയാവുന്നതാണ് നിക്യ, സുന്നഹദോസ്, അതൊക്കെയാണ് നമുക്കറിയാവുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ കൗൺസിലാണ്. അത് ജെറുസലേം കൗൺസിൽ തന്നെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം എന്താണ്? രക്ഷയ്ക്ക് ആധാരം എന്താണ്? എങ്ങനെയാണ് ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത്? കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഒരു ഇഷ്യൂ ആണ്. നിങ്ങൾ വിശ്വാസത്താലാണോ പ്രവൃത്തിയാലാണോ നീതീകരിക്കപ്പെടുന്നത്? ഈ വിഷയം ഇന്നും സഭയെ രണ്ടായിട്ട് ഭിന്നിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും. കാരണം ഇന്ന് വരെ അതിനൊരു കൺക്ലൂഷൻ വന്നിട്ടില്ല. എന്നാൽ അപ്പോസ്തല പ്രവർത്തികൾ 15-ാമത്തെ അധ്യായത്തിൽ വളരെ ക്ലിയറായി രക്ഷയ്ക്ക് ആധാരം വിശ്വാസം മാത്രമാണെന്നുള്ളത് നാം ഇന്ന് കാണാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ സെക്ഷനിലേക്ക് കടക്കാം. എന്താണ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്? പ്രവർത്തികളുടെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 5 വരെ, 15:1-5. യഹൂദിയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങളെ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്കസംഗതിയെപ്പറ്റി യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. സഭ അവരെ യാത്ര അയച്ചിട്ട് അവർ ഫൊയ്നോക്യയിലും ശമരിയയിലും കൂടെ കടന്ന് ജാതികളുടെ മാനസാന്തര വിവരം അറിയിച്ചു. സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി. അവർ യെരുശലേമിൽ എത്തിയാറെ സഭയും അപ്പോസ്തലന്മാരും മൂപ്പന്മാരും അവരെ കൈക്കൊണ്ടു. ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും അവർ അറിയിച്ചു. എന്നാൽ പരീക്ഷ പക്ഷത്തിൽ നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ സഭ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നത്? അന്ത്യോക്യയിലെ സഭ, അപ്പം ഒന്നാമത്തെ മിഷണറി യാത്ര എല്ലാം കഴിഞ്ഞ് പൗലോസും ബർന്നബാസും തിരിച്ച് അന്ത്യോക്യയിൽ വന്നു. അന്ത്യോക്യ വന്ന് അവരെ വീണ്ടും പഠിപ്പിച്ച് അങ്ങോട്ട് പോകുമ്പോൾ എന്ത് സംഭവിച്ചു? യെരുശലേമിൽ നിന്ന് ചില കുഴപ്പക്കാർ അന്ത്യോക്യയിലെത്തി. ഈ കുഴപ്പക്കാർ എല്ലായിടത്തും ഉണ്ട്. അവരായിട്ട് സഭ സ്ഥാപിക്കത്തില്ല. പിന്നെയോ സഭ എവിടെയെങ്കിലും സ്ഥാപിക്കപ്പെട്ടാൽ അവിടുന്ന് വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ, കലഹം ഉണ്ടാക്കുന്ന ചില ഇന്റർനാഷണൽ പാർട്ടികൾ. അതിലൊന്നാണ് ഈ കൂട്ടർ. അപ്പോൾ ഈ കൂട്ടർ യെരുശലേമിൽ നിന്ന് വന്നു, അന്ത്യോക്യ വന്നിട്ട് പറഞ്ഞു, എങ്ങനെയാണ് ജാതികളിൽ നിന്ന് വന്നവർ അങ്ങനെ പെട്ടെന്ന് ക്രിസ്ത്യാനികളാകുന്നത്? എങ്ങനെയാണ്? യഹൂദ പാരമ്പര്യത്തിലൂടെ കടക്കാതെ എങ്ങനെയാണ് അവർ വിശ്വാസത്തിലേക്ക് വരുന്നത്? ഇതാണ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. അവരെ സംബന്ധിച്ചാൽ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവർ പറയുന്നത് അവർ വിശ്വാസത്താൽ വന്നെന്നൊക്കെ പറഞ്ഞു, ശരി, പക്ഷെങ്കിൽ അവരെന്ത് ചെയ്യണം? അവർ യഹൂദ പാരമ്പര്യത്തിലേക്ക് കടക്കണം, പരിച്ഛേദന കഴിക്കണം, സർക്കംസിഷൻ മസ്റ്റാണ്. അപ്പോൾ ഞാൻ മുമ്പ് ഗലാത്യ ലേഖനം പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, സത്യസുവിശേഷം എവിടെ പ്രസംഗിക്കുന്നോ അതിൻ്റെ പിന്നാലെ വരും കള്ളപ്രവാചകന്മാർ. എവിടെയും. ഇപ്പം നോർത്ത് ഇന്ത്യ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ ഈ ഫീൽഡിൽ ആരും ഇല്ലായിരുന്നു. ഇങ്ങനെ സഭ വളർന്ന് വരുമ്പോൾ എവിടുന്നെങ്കിലും ഏതെങ്കിലും പാർട്ടി വന്നിട്ട് പ്രോസ്പെരിറ്റി ഗോസ്പലും അതും ഇതും പല പരിപാടിയും എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നറിയോ? എന്നാൽ ആരുമില്ലാത്ത സ്ഥലത്തേക്ക് ഇവർ ആരും പോകത്തില്ലെന്നുള്ളതാണ്. ഒറ്റ മനുഷ്യർ പോകത്തില്ല. സഭ ഒന്ന് പച്ച പിടിച്ച് ഒരു 5-10 വർഷം അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് വരുമ്പോൾ അവരുടെ പുതിയ സുവിശേഷവുമായി വരും. ഗലാത്യ ലേഖനത്തിൽ അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പോകുന്നില്ല. എന്നാൽ ഏറ്റവും ഭയാനകമായ ദുരുപദേശം എന്ന് പറയുന്നത് രക്ഷയ്ക്ക് നമ്മുടെ പ്രവൃത്തികൾ ആധാരമാണെന്ന് പറയുന്നതാണ് ഏറ്റവും ഭയാനകമായ ഒരു ദുരുപദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാകുന്നത്, ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ചിലർ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ വിശ്വാസികളല്ല, ഇവർ പ്രശ്നക്കാർ മാത്രമാണ്.
ഇവർക്കൊരു ആശയക്കുഴപ്പമല്ല, അവര് പ്രശ്നം ഉണ്ടാക്കാൻ വന്നവരാണ്. ഇങ്ങനൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാം കൂടെ ചിന്തിച്ചു, പൗലോസിനെയും ബർണ്ണബാസിനെയും യെരുശലേമിലേക്ക് വിടണം, അവിടെ ചെന്ന് അപ്പോസ്തലന്മാരോട് സംസാരിച്ച് ഇതിലൊരു തീരുമാനം എടുത്തിട്ട് വേണം വരാൻ. എന്നാൽ പോകുന്ന വഴിയിൽ ശമരിയയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കർത്താവ് ജാതികളുടെ ഇടയിൽ ചെയ്യുന്ന ശുശ്രൂഷയൊക്കെ കണ്ട് അനേകർ സന്തോഷിച്ചു. ഓക്കെ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവര് അവിടെ ചെല്ലുമ്പോൾ, എവിടെ ചെല്ലുമ്പോഴാണ്? യെരുശലേമിൽ ചെല്ലുമ്പോൾ ചില വിശ്വാസികൾ, അവർ യഥാർത്ഥ വിശ്വാസികളാണ്. അവരെന്താണ്, അവരെ സംബന്ധിച്ചോളം അവർ പറയുന്നത്, നിങ്ങൾ പരിച്ഛേദന കഴിക്കണം. എന്തിനു വേണ്ടിയാണ്? ആ പരിച്ഛേദന നിങ്ങൾ കഴിക്കണം എന്നുള്ളത് അവരുടെ ഉള്ളിലെ ആഗ്രഹമാണ്. അവർ ആദ്യ അന്ത്യോക്യയിലേക്ക് വന്ന ദുരുപദേശകരെ പോലല്ല, പക്ഷെങ്കിൽ അവരെ സംബന്ധിച്ച് അവർ പറയുന്നത് യഹൂദ പാരമ്പര്യം കൂടെ ഇതിനോട് ചേർക്കണം. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇത് രണ്ട് കൂട്ടരാണ്. ലീഗലിസം, നിയമവാദം, രണ്ട് കൂട്ടരാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് ആരാണ്? അന്ത്യോക്യയിലേക്ക് വന്ന ജുഡൈസേഴ്സ്. അവരെ സംബന്ധിച്ചോളം അവർ പറയുന്നത്, നിങ്ങൾ പരിച്ഛേദന കഴിച്ചില്ലെങ്കിൽ, ഇഫ് യു ആർ നോട്ട് സർക്കംസൈസ്ഡ് യു വിൽ നോട്ട് ബി സേവ്ഡ്. രക്ഷയ്ക്ക് ആധാരം എന്ന് പറയുന്നത് ഈ പരിച്ഛേദന കഴിക്കണമെന്നുള്ളത്. അത് തെറ്റാണ്. ദാറ്റ് ഈസ് എ റോങ് ടീച്ചിങ്. രണ്ടാമത്തെ കൂട്ടരാരാണ്? യെരുശലേമിൽ ചെന്നപ്പോൾ ചില പരീക്ഷന്മാരുണ്ടായിരുന്നു. അവർ വിശ്വാസത്തിലേക്ക് വന്നു, യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ പാദത്തിലേക്ക് വന്നു വിശ്വാസം മൂലം. അവരെ സംബന്ധിച്ചോളം എന്താ അവർ പറയുന്നത്? നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് വിശ്വാസം മൂലമാണ്, യാതൊരു സംശയം വേണ്ട. എന്നാൽ നിങ്ങൾ പരിച്ഛേദനയും കൂടെ കഴിക്കുന്നതാണ് അതിനൊരു നല്ലത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് രണ്ട് കാര്യങ്ങളാണ്. രണ്ട് സ്പെക്ട്രം ഓഫ് ലീഗലിസമാണ്. ഒന്ന് എന്ന് പറയുന്നത് വിത്തൗട്ട് സർക്കംസിഷൻ യു വിൽ നോട്ട് ബി സേവ്ഡ്. മറ്റേതെന്ന് പറഞ്ഞാൽ ജീസസ് പ്ലസ് സർക്കംസിഷൻ വുഡ് മേക്ക് ഇറ്റ് കംപ്ലീറ്റ്. ഇത് രണ്ട് കാര്യങ്ങളാണ്. ഇത് രണ്ടും ദുരുപദേശമാണ്, ഇത് രണ്ടും തെറ്റാണ് എന്നുള്ളത്. അപ്പം രണ്ടാമത്തെ കൂട്ടരെന്ന് പറഞ്ഞാൽ അവരെ തിരുത്തി കഴിഞ്ഞപ്പോൾ അവർ തിരുത്താൻ താല്പര്യമുള്ളവരായിരുന്നു. ആദ്യത്തെ കൂട്ടരെന്ന് പറഞ്ഞാൽ അവർ വിശ്വാസം പോലും അറിഞ്ഞിട്ടില്ല. എന്നാൽ ഇവിടെ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് R.C.H. ലെൻസ്കി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ വായിക്കാൻ. ഇതൊക്കെ എൻ്റെ സാൽവേഷൻ സീരീസ് ഞാൻ നല്ലതുപോലെ പറഞ്ഞതാണ്, എന്നാലും നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തുന്നത് നല്ലതായതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ടു ആഡ് എനിത്തിങ് ടു ക്രൈസ്റ്റ് as being necessary to salvation, say circumcision or any human work of any kind, is to deny that Christ is the complete Savior, is to put something human on par with Him, yes, to make it the crowning point. That is fatal. A bridge to heaven that is built 99% of Christ and only 1% of anything human breaks down at the joint and ceases to be a bridge. Even if Christ is thought of us carrying us 999 miles off the way and something merely human required for the last mile, this would leave us hanging in the air with heaven being still far away. അപ്പോൾ 99% കർത്താവ് ചെയ്തിട്ട് അവസാനത്തെ 1% അത് ചെറിയുടെ കയ്യിലാണെങ്കിൽ സ്വർഗത്തിൻ്റെ വാതിൽ പോലും കാണാൻ എനിക്കൊക്കത്തില്ല എന്നുള്ളതാണ് രക്ഷയുടെ ആധാരം. ഇത് 99% കർത്താവും, അല്ലെ താൻ പാതി ദൈവം പാതി, 99% ദൈവം, 1% ഞാൻ അല്ല. ഇത് മുഴുവൻ വിശ്വാസത്താൽ മാത്രം, യേശുക്രിസ്തുവിൽ മാത്രം, കൃപയാൽ മാത്രം നീതീകരിക്കപ്പെടുന്നവരാണ്. ഇന്ന് ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ആ 1% എന്നിലായിരുന്നു എന്ന് വിചാരിക്കുക. ഞാൻ ഒരിക്കലും രക്ഷപ്പെടാൻ യാതൊരു കാരണവശാലും എനിക്ക് കഴിയത്തില്ല. 1% പോലും എൻ്റെ മേന്മ അല്ലെ എൻ്റെ പ്രാപ്തിയിലായിരുന്നു ഇരുന്നതെങ്കിൽ കർത്താവിൻ്റെ രക്ഷയിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ യോഗ്യനായി കാണത്തില്ല എന്നുള്ളത് മനസ്സിലാകുക. ഓക്കെ, അതാണ് ലീഗലിസം. അപ്പോൾ അവർ ചർച്ച ചെയ്തു, ഇതാണ് വിഷയം, ചർച്ച ചെയ്തു. ഈ സംഗതിയെക്കുറിച്ച് 6 മുതൽ 9 വരെ ഈ സംഗതിയെക്കുറിച്ച് വിചാരിപ്പാൻ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വന്നുകൂടി. വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത്, സഹോദരന്മാരെ, കുറെ നാൾ മുമ്പ് ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികളിൽ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണമെന്നും നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തത് കൊണ്ട് സാക്ഷി നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ കാലത്തും ഡിസഗ്രിമെന്റ്സ് ഉണ്ടാകും. അതായത് ആത്മീയർ തമ്മിലും ഡിസഗ്രിമെന്റ്സ് ഉണ്ടാകും. ആത്മീയ കൂട്ടങ്ങളിൽ തന്നെ നാം ചില കാര്യങ്ങൾ യോജിക്കത്തില്ല. എന്നോട് യോജിക്കാത്തവർ ചിലർ കാണും, ഞാൻ യോജിക്കാത്തവർ ചിലർ കാണും.
എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ വരുമ്പോൾ നാം ഒരുമിച്ച് കൂടണം. എന്തിനു വേണ്ടിയാ? ഇതൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി. ചർച്ച എവിടെ ചെയ്യേണ്ടത്? പ്രൈവറ്റിൽ, പബ്ലിക്കിലല്ല, ബട്ട് ഇൻ പ്രൈവറ്റ്. ചർച്ച ചെയ്തതിന് ശേഷം നാം ഒരു കൺക്ലൂഷനിലെത്തണം. അവർ കൺക്ലൂഷനിലെത്തിയതിനു ശേഷം പത്രോസ്, പൗലോസ്, ബർണബാസ്, യാക്കോബ് വിശ്വാസത്താൽ മാത്രമാണ് രക്ഷ എന്നുള്ളത് അവർ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതിനുള്ള 6 കാരണങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ സ്പീച്ചിലൂടെ. 6 കാരണങ്ങൾ. ഒന്നാമത്, പത്രോസ് എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്. ഒന്നാമത്, പാസ്റ്റ് റെവലേഷൻ പ്രൂവ്സ് ദാറ്റ് സാൽവേഷൻ ഇസ് ബൈ ഗ്രേസ്. പത്രോസ് എഴുന്നേറ്റ് 7-ാമത്തെ വാക്യം പറയും, സഹോദരന്മാരെ, കുറെ നാൾ മുമ്പ് ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണം എന്ന് നിശ്ചയിച്ചത്. അപ്പോൾ പാസ്റ്റ് റെവലേഷൻ തന്നെ ദൈവത്തിന്റെ പദ്ധതിയിൽ എന്താണ്? ജാതികൾ സുവിശേഷം കേൾക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതി എന്നുള്ളത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം വിശ്വാസാൽ മാത്രമാണെന്നുള്ളത്. രണ്ടാമത് പത്രോസ് പറയുന്നത് 8-ാമത്തെ വാക്യം, പരിശുദ്ധാത്മാവിനെ അവരുടെ ഹൃദയങ്ങൾ, എന്താ പറയുന്നത്, ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തു. അപ്പോൾ കൊർന്നേലിയോസിന്റെ കാര്യത്തിൽ ദൈവം മുഖപക്ഷം കാണിക്കുന്നില്ല എന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അവർക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ കൂട്ടത്തിൽ ചേരാതെ തന്നെ അവർക്ക് കൊടുത്തല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ രക്ഷ കൃപയാൽ മാത്രമാണെന്നുള്ളത് ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നു. 3, ക്ലെൻസിങ് ഓഫ് സിൻ പ്രൂവ്സ് ദാറ്റ് സാൽവേഷൻ ഇസ് ബൈ ഗ്രേസ്. 9-ാമത്തെ വാക്യം, അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ വ്യത്യാസം എന്ത്? അപ്പോൾ എന്നെ കഴുകിയ രക്തം തന്നെയാണ് അവരെ കഴുകിയത്. എനിക്ക് തന്ന ശുദ്ധീകരണം തന്നെയാണ് ദൈവം അവർക്കും കൊടുത്തത്. ഞാൻ കർത്താവിന്റെ മുമ്പിൽ യേശുക്രിസ്തുവിന്റെ നീതി കവചനം വഹിച്ചുകൊണ്ട് നിൽക്കുവാണെങ്കിൽ 100% ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടെങ്കിൽ അവരും 100% ശുദ്ധീകരിക്കപ്പെട്ടു. അപ്പൊ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നുള്ളതാണ് 3-ാമത്തെ കാരണം പത്രോസ് പറയുന്നു. ഇനിയും കാണാം. ഇനിയുള്ള വാക്യം 10, 11, 12. ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത്? കർത്താവായ യേശുവിന്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു. ജനസമൂഹം എല്ലാം മിണ്ടാതെ ബർണബാസും പൗലോസും ദൈവം തങ്ങളെ കൊണ്ട് ജാതികളുടെ ഇടയിൽ ചെയ്യിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം വിവരിക്കുന്നത് കേട്ടുകൊണ്ടേ ഇരുന്നു. 4-ാമത്തെ കാരണം, the inability of the law to save proves that salvation is by grace. എന്താണ് പത്രോസ് പറയുന്നത്? പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നൊരു നുകം. എന്താണ് തന്നത്? നിയമം. ഈ നിയമം, ഈ പഴയ പ്രമാണം നമുക്ക് തന്നു. ഇത് തന്നത് നമുക്ക് ചുമക്കാൻ പറ്റാത്തൊരു നുകമായി മാറി. ഇതിലൂടെ നമുക്ക് രക്ഷ ലഭിക്കുന്നില്ല. നമുക്ക് ചുമക്കാൻ പറ്റാത്ത നുകം. ഇത് മുഴുവനായി നമുക്ക് പോലും ആചരിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഈ നുകം കൊണ്ട് നമ്മൾ എന്തിനാ പാവം സഹോദരങ്ങളുടെ ചുമത്ത് നമ്മൾ വെക്കുന്നത്? ഇങ്ങനെ പ്രിയമുള്ളവരെ പലരും നമ്മുടെ കൂട്ടത്തിലല്ലാത്തവർ നമ്മൾ അവരുടെ മണ്ടയ്ക്ക് ഇതങ്ങ് ഏൽപ്പിക്കാൻ അങ്ങ് ശ്രമിക്കും. എല്ലാവരും നമ്മളെപ്പോലെ ആകണമെന്നില്ല. നമ്മൾ ആരാധിക്കുന്ന എല്ലാവരും ആരാധിക്കണമെന്നില്ല. നമ്മുടെ പാരമ്പര്യം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. രക്ഷ വിശ്വാസത്താൽ മാത്രം. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്തിനാ നാം അവരെ ഏൽപ്പിക്കുന്നത്? 4-ാമത്തെ കാരണം. 5-ാമത്തെ കാരണം, ബർണബാസും പൗലോസോടെ ഇപ്പോൾ എഴുന്നേറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? നമ്മുടെ ഇടയിൽ ചെയ്ത അത്ഭുതങ്ങൾ തന്നെ ദൈവം ജാതികളുടെ ഇടയിലും ചെയ്തില്ലയോ? പിന്നെന്തിനാ വ്യത്യാസം കൊണ്ടിരുന്നത്? സോ മിറക്കിൾസ് പ്രൂവ് ദാറ്റ് സാൽവേഷൻ ഇസ് ബൈ ഗ്രേസ്. പിന്നെ ഇതെല്ലാം അങ്ങോട്ട് കഴിഞ്ഞ് എല്ലാവരും തർക്കവും വാദവും കഴിഞ്ഞപ്പോൾ നമ്മുടെ സഭയുടെ അധ്യക്ഷൻ എഴുന്നേറ്റ് എന്ന് പറയാണ്. മോഡറേറ്റർ ആരാണ്? യാക്കോബ്. ആദ്യത്തെ മോഡറേറ്റർ പത്രോസ് അല്ല, ഞാനത് പഠിപ്പിച്ചതാണ്. ഏത്? യാക്കോബിന്റെ ലേഖനം. യേശു ക്രിസ്തുവിന്റെ അർത്ഥ സഹോദരൻ. മറ്റേ യാക്കോബിനെ ഓൾറെഡി കൊന്നു കഴിഞ്ഞു. ഇത് യേശു ക്രിസ്തുവിന്റെ അർത്ഥ സഹോദരൻ. 15-ാമത്തെ അധ്യായത്തിന്റെ 13. അവർ പറഞ്ഞ് നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞത്, സഹോദരന്മാരെ, എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവി. അവസാനം എല്ലാവരും ഉണ്ടല്ലോ, അവസാനത്തെ മൂപ്പനുണ്ടല്ലോ, അങ്ങോട്ട് എഴുന്നേറ്റ് എന്ന് പറയാം. അപ്പൊ എല്ലാവരും മിണ്ടായിരിക്കുക. ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ശിമോൻ വിവരിച്ചല്ലോ. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങൾ ഒക്കുന്നു. അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിൻ്റെ ശൂന്യ ശിഷ്യങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. മനുഷ്യരിൽ ശേഷിച്ചവരോ എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികൾക്കും കർത്താവിനെ അന്വേഷിക്കുമെന്ന് ഇത് പൂർവ്വകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇത് ആമോസിന്റെ
ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് യാക്കോബ് കോട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവസാനം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫൈനൽ ഡിക്ലറേഷൻ യാക്കോബ്, നമ്മുടെ സഭയുടെ നടുത്തൂണ്, ഓർക്കുന്നെന്ന് വിശ്വസിക്കുന്നു. യാക്കോബിന്റെ ലേഖനം നിങ്ങൾ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, യേശു ക്രിസ്തുവിന്റെ അർത്ഥ സഹോദരൻ എഴുന്നേറ്റ് അവസാന സഭയുടെ അധ്യക്ഷനാകുകയാണ്. ഹി ബിക്കംസ് ദ മോഡറേറ്റർ, ഹി ബിക്കംസ് ദ പില്ലർ. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്താണ് പറയുന്നത്? പ്രോഫറ്റിക് പ്രോമിസ് പ്രൂവ്സ് ദാറ്റ് സാൽവേഷൻ ഇസ് ബൈ ഗ്രേസ്. പഴയ നിയമത്തിൽ ആമോസിന്റെ പ്രവചനത്തിലൂടെ തന്നെ ദൈവം പറഞ്ഞൊരു കാര്യമാണ്, ജാതികൾ, അതായത് ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ വീണ്ടും പണിയും. അവിടെ ആരാ വരുന്നത്? അവിടെ വരാൻ പോകുന്നത് ജാതികൾ തന്നെയാണ്. അവർ യഹൂദന്മാരായിട്ട് വരികയല്ല, അവർ ജാതികളായിട്ട് തന്നെ വരുവാണ്. ഇവിടെ ആദ്യം യാക്കോബ് പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ ഓർക്കണം, ശീമോൻ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പോയി സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി. കൊർന്നല്യോസ് ഒരു യഹൂദനല്ലായിരുന്നു, എങ്കിലും പരിശുദ്ധാത്മാവിനെ ദൈവം അവർക്ക് ദാനമായി കൊടുത്തു, വിശ്വാസത്താൽ കൊടുത്തു. എന്നിട്ട് ആമോസിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ നിന്ന് വാക്യങ്ങൾ പറയാണ്. ഇവിടെ ഈ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെക്കുറിച്ച് 1000 ആണ്ട് സംവത്സരത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണത്. ഇറ്റ് ഇസ് അബൌട്ട് ദ മില്ലേനിയൽ കിങ്ഡം. അവിടെ എന്താ പറയുന്നത്? ജാതികൾ എൻ്റെ ഇടയിൽ വരും. ജാതികൾ ഇവിടെ വരുന്നത് അവരാദ്യം യഹൂദന്മാരായിട്ടല്ല, പിന്നെയോ അവർ ജാതികളായിട്ട് തന്നെയാണ് വരുന്നത്. ദേ ആർ കമ്മിങ് ആസ് ജെൻറ്റൈൽസ് ദെംസെൽസ്. ആദ്യം നിങ്ങൾ ഞങ്ങളുടെ പേരെടുക്കണം, അതിനുശേഷം ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ചെയ്യണം, ഞങ്ങളുടെ ഭക്ഷണ രീതി സ്വീകരിക്കണം, പരിച്ഛേദന കഴിക്കണം. അതിനുശേഷം വരാനല്ല പറഞ്ഞത്. ദി ജെൻറ്റൈൽസ് വിൽ കം ആസ് ദേ ആർ. ഇതല്ലയോ പ്രിയമുള്ളവരെ ഞാൻ മുമ്പേ കാണിച്ച പടം? അവരിൽ ആരാണ് പടങ്ങളൊക്കെ? ആ സ്ഥലങ്ങളിലൊക്കെ അവർക്ക് ഒരൊറ്റ ആൾ പോലും ഇല്ല ക്രിസ്തീയ വിശ്വാസത്തിൽ, അവരുടെ കുടുംബത്തിൽ. പിന്നെ എങ്ങനെയാണ് വന്നത്? ദാവീദിന്റെ വീണുപോയ ആ തകർന്നു പോയ ആ കൂടാരത്തിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുവരുന്ന ആയിരക്കണക്കിന് ആളുകൾ. അപ്പൊ നമ്മളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? രക്ഷയാലാണ് നാം നീതീകരിക്കപ്പെട്ടത്. ദർ ഇസ് നോ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ് അവസാനം യാക്കോബ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു. അതോടുകൂടെ അതിന്റെ കാര്യം തീരുമാനമായി. എന്നിട്ട് ഡിസിഷൻ. ഇനിയാണ് ആ തീരുമാനം മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് 19-ാമത്തെ വാക്യം തൊട്ട് 29-ാമത്തെ വാക്യം വരെ അതിന്റെ ഡിസിഷനാണ്. ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ, ശ്രദ്ധിച്ചോണം കേട്ടോ, അവർ വിഗ്രഹ മാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചത്തത്, അതായത് സ്ട്രാങ്കിൾഡ് ആയിട്ടുള്ള ആനിമൽസ്, രക്തം എന്നിവ വർജിച്ചിരിപ്പാൻ നാം അവർക്ക് എഴുതണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. കേട്ടോ, ഇത് അഭിപ്രായമാണ്, ഇത് ഡോക്ടറിനല്ല. ഇത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. കേട്ടോ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. മോശയുടെ ന്യായപ്രമാണം ശബ്ബത്ത് തോറും പള്ളികളിൽ വായിച്ചിരുന്നതിനാൽ പൂർവ്വകാലം മുതൽ പട്ടണം തോറും അത് പ്രസംഗിക്കുന്നവർ ഉണ്ടല്ലോ. അപ്പോൾ തങ്ങളിൽ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് പൗലോസിനോടും ബർന്നബാസിനോടും കൂടെ അന്ത്യോക്യയിലേക്ക് അയക്കണമെന്ന് അപ്പോസ്തലന്മാരും മൂപ്പന്മാരും സർവ്വസഭയും നിർണയിച്ചു. സഹോദരന്മാരിൽ പ്രമാണപ്പെട്ട പുരുഷന്മാരായ ബർശബാസ് എന്ന യഹൂദയെയും ശീലാസിനെയും നിയോഗിച്ചു. അവരുടെ കൈവശം എഴുതി അയച്ചതെന്തെന്നാൽ, അപ്പോസ്തലന്മാരും മൂപ്പന്മാരായ സഹോദരന്മാരും അന്ത്യോക്യയിലും സുറിയയിലും കിലിക്കയിലും ജാതികളിൽ നിന്ന് ചേർന്ന സഹോദരന്മാർക്ക് വന്ദനം. ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കിക്കളഞ്ഞു എന്ന് കേൾക്കേണ്ടത്. കേട്ടോ, അപ്പം അവര് ഫൈനൽ ഡിസിഷൻ, പൗലോസും ബർന്നബാസും തിരിച്ചു പോവുകയാണ് അന്ത്യോക്യയിലേക്ക്. അവരുടെ കൂടെ ശീലാസിനെയും ബാഴ്സബസിനെയും കൂടെ വിടുകയാണ്. അതിൻ്റെ കൂട്ടർ കൽപ്പനയും കൂടെ വിടുകയാണ്. ഇതാണ് തീരുമാനം. എന്താണ് തീരുമാനം? ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം ദൈവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ സോർട്ട് ചെയ്തു. എന്താണ് ദൈവശാസ്ത്രപരം? ഡോക്ടറൽ ഇഷ്യൂസ്. രക്ഷ കൃപയാൽ മാത്രം, പ്രവൃത്തിയാലല്ല, പരിച്ഛേദനയാലല്ല, പാരമ്പര്യത്താലല്ല. രക്ഷ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ മാത്രം, വിശ്വാസത്താൽ മാത്രം, കൃപയാൽ മാത്രം. ഇറ്റ് ഈസ് ബൈ ഗ്രേസ് അലോൺ. അപ്പോൾ അത് തീരുമാനിച്ചു, ദൈവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി യാക്കോബ് ചെയ്യുന്നതുകൊണ്ട് യാക്കോബിന്റെ വിവേകം എന്തുമാത്രം ഹൈ ആണെന്ന് നോക്കണം കേട്ടോ. ഇനി യാക്കോബ് ചെയ്യുന്നത് പ്രായോഗിക തലത്തിലുള്ള വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്യുകയാണ്, പ്രാക്ടിക്കൽ ഇഷ്യൂസ്. സോ ഫസ്റ്റ് ഹി സോർട്ട്സ് ദ ഡോക്ടറൽ ഇഷ്യൂസ്, ദെൻ ഈസ് ഹാൻഡ്ലിംഗ് ദ പ്രാക്ടിക്കൽ ഇഷ്യൂസ്. എന്താണ് പ്രാക്ടിക്കൽ ഇഷ്യൂസ്? ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ, ശ്രദ്ധിച്ചോണം. ആദ്യം പറയുന്നു, നിങ്ങൾ യഹൂദന്മാരെ, യഹൂദ പാരമ്പര്യം ഉള്ള വിശ്വാസികൾ കേട്ടോ, യഹൂദ പാരമ്പര്യം ഉള്ള വിശ്വാസികൾ, നിങ്ങൾ ജാതികളിൽ നിന്ന് വന്ന വിശ്വാസികളെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യരുത്. ഞങ്ങളെപ്പോലെ ആകണം, ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യണം, ഞങ്ങൾ ഡ്രസ്സ് ചെയ്യുന്ന പോലെ ഞങ്ങൾ ഡ്രസ്സ് ചെയ്യണം, ഞങ്ങൾ കഴിക്കുന്ന പോലെ നിങ്ങളും കഴിക്കണം, ഇങ്ങനെ പറഞ്ഞ് അവരെ ഇറിറ്റേറ്റ് ചെയ്യരുത്. ഒന്ന്. അതുപോലെ തന്നെ
ജാതികളിൽ നിന്ന് വന്ന വിശ്വാസികളോട് പറയാ, നിങ്ങൾ വെറുതെ ഈ യഹൂദ പാരമ്പര്യമുള്ളവരെ നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് മനസ്സിലായ കോണ്ടെക്സ്റ്റ് മനസ്സിലായ? കാരണം കോണ്ടെക്സ്റ്റ് മനസ്സിലായില്ലെങ്കിൽ തെറ്റിപ്പോകും കേട്ടോ. അപ്പോൾ രക്ഷ എന്ന് പറയുന്ന വിശ്വാസത്താൽ മാത്രം ദൈവശാസ്ത്രപരമായിട്ടുള്ള കാര്യം പറഞ്ഞു, ക്ലോസ് ചെയ്തു. അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട, സബ്ട്രാക്ട് ചെയ്യേണ്ട, കഴിഞ്ഞു. എന്നാൽ പ്രായോഗിക തലത്തിൽ, അറ്റ് ദ പ്രാക്ടിക്കൽ ലെവൽ എന്താണ് പറയുന്നത്? നിങ്ങൾ ഇച്ചിരി വിവരമുള്ളവരായിരിക്കണം. ചുമ്മാ പോയി തോണ്ടരുത് എന്നാണ് അതിൻ്റെ നല്ല ഭാഷ എനിക്കറിയത്തില്ല. തോണ്ടരുത് എന്നാണ് പറഞ്ഞത്. എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാം, എന്താണ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഗൈഡൻസ് ടു ജെൻറ്റൈൽസ്, അപ്പോൾ ജാതികളിൽ ഇടയിൽ നിന്ന് വന്നവർ, അവരെന്തും കഴിക്കും, എന്തും ചെയ്യും, അവരോട് പറഞ്ഞു, ഒന്ന്, നിങ്ങൾക്ക് ദൈവത്തിൽ കിട്ടിയ ആ ഒരു സ്വാതന്ത്ര്യം, രക്ഷയിലൂടെ നിങ്ങൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് വന്നവർക്ക് യാതൊരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടാക്കരുത്. നിങ്ങൾക്ക് ദൈവം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. യെസ്, യു ഹാവ് ദ ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്, ബട്ട് ഡോണ്ട് മേക്ക് ഇറ്റ് എ സ്റ്റംബ്ലിംഗ്. ഇടർച്ച വരുത്തരുത് നിങ്ങൾ. ഒന്നാമത്തെ ഇത് നമുക്കെല്ലാം പഠിക്കേണ്ട ചില പാഠങ്ങളാണ് കേട്ടോ. ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തൊക്കെ നിങ്ങൾ ചെയ്യണം? 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. 613 ലോസിലേക്ക് നിങ്ങൾ പോകണ്ട, 613 പ്രമാണങ്ങളിലേക്ക് നിങ്ങൾ പോകണ്ട. 3 കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, വിഗ്രഹാർപ്പിതം നിങ്ങൾ കഴിക്കരുത്. വിഗ്രഹാർപ്പിതം കഴിക്കുന്നതിൽ തെറ്റില്ലെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. കാരണം വിഗ്രഹം ഏതുമില്ല, വിശ്വാസത്താൽ കഴിക്കുന്നതിന് ഇതൊന്നും ഒരു വിഷയമല്ല. ഇറച്ചിയാണ്. അത് വിഗ്രഹത്തിന് മുമ്പ് വെച്ചിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത് വിഷയമല്ല. പക്ഷെങ്കിൽ ഇവരോട് പറയാണ്, നിങ്ങൾ വിഗ്രഹാർപ്പിതം കഴിക്കരുത്. എന്തുകൊണ്ടാ? യഹൂദന് ഇടർച്ച വരരുത്. 2, ആബ്സ്റ്റെയിൻ ഫ്രം ഫോണിക്കേഷൻ, പരസംഗം നിങ്ങൾ വിട്ടുമാറണം. അത് പിന്നെ ദൈവത്തിന്റെ മോറൽ കോഡാണ്. അത് നിങ്ങൾ ഏതായാലും കോണ്ടെക്സ്റ്റ് ആയാലും പരസംഗം പാടില്ല. 3, ശ്വാസം മുട്ടിച്ചത്തതിനെ നിങ്ങൾ തിന്നരുത്. കാരണം എന്നാ? കോഷർ ലോ ആണ്. ഇതാണ് യഹൂദന്റെ ഡയറ്ററി ലോ ആണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിഗ്രഹാർപ്പിതം കഴിക്കരുതെന്നും ശ്വാസം മുട്ടിച്ചത്തതിനെ കഴിക്കരുതെന്നുള്ളത് സെറിമോണിയൽ ലോ ആണ്. സെറിമോണിയൽ ലോ, യഹൂദന്മാരുടെ സെറിമോണിയൽ ലോ. അത് നമുക്ക് ബാധകമല്ല കേട്ടോ. അത് നമുക്ക് ബാധകമല്ല. ഇന്ന സാധനങ്ങളെ കഴിക്കാവൂ, ഇന്ന സാധനം കഴിക്കാം. അതുകൊണ്ടാണല്ലോ കൊർന്നെല്യോസിന്റെ തുപ്പട്ടിയിൽ നിന്ന് ഇറങ്ങി വന്നതിനെ സകലത്തിനെ അറുത്ത് തിന്നാൻ ദൈവം പറഞ്ഞു. ദൈവം ശുദ്ധീകരിച്ചതിനെ മനുഷ്യൻ. എന്തുകൊണ്ടാണ് പിന്നെ ഇവിടെ അന്ത്യോക്യയിലെ സഭയിലെ ജാതികളോട് യാക്കോബ് ഇത് പറഞ്ഞതിന്റെ ഒറ്റ കാരണം, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ യഹൂദന്റെ കയ്യിൽ നിന്ന് യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ചിലരുണ്ട്. അവർക്ക് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ഞാൻ നല്ല എക്സാമ്പിൾ പറയാം. ഞാനിപ്പം ഹരിയാനയിലെ നമ്മുടെ സ്റ്റോറി, ഇപ്പം ഹരിയാനയിൽ കർത്താവിന്റെ വശത്തേക്ക് വന്ന രോഹിത് കനൽ എന്ന് വിചാരിച്ചു. രോഹിത് കനൽ അദ്ദേഹം നോൺ വെജിറ്റേറിയൻ കഴിക്കത്തില്ല. കാരണം എന്നാ? അദ്ദേഹം വളർന്നത് അങ്ങനെയാണ്. അപ്പം ഞാൻ അവിടെ ചെന്നു. കർത്താവിന്റെ എങ്ങനെയാണ് രക്ഷയിലേക്ക് വന്നത്? വിശ്വാസത്താൽ മാത്രമാണ് രക്ഷയിലേക്ക് വന്നത്. ശരിയല്ലേ? ആണോ? ഇനിയിപ്പം ഞാൻ അവിടെ ചെന്നിട്ട് പറയാം, നിങ്ങൾക്ക് കർത്താവിൽ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങളെല്ലാം അങ്ങോട്ട് കഴിക്കുക. എന്നിട്ട് പുള്ളിയുടെ മുമ്പിൽ ചെന്ന് ചിക്കനും മട്ടനും എല്ലാം കൂടെ എടുത്ത് വെട്ടേണ്ട കാര്യമില്ല. ഞാൻ എന്ത് ചെയ്യണം? ഞാനും അവിടെ ചെന്ന് പുള്ളി കഴിക്കുന്ന പോലെ വെജിറ്റേറിയൻ കഴിക്കണം. പറഞ്ഞാൽ മനസ്സിലായോ? അത് കഴിക്കുന്നത് തെറ്റാണോ അല്ലയോ എന്നുള്ളതല്ല വിഷയം. ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, അതാണ് എൻ്റെ വിഷയം. So your freedom in Christ should not give you the right to sin or to offend another believer. പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം. 2, അതും ആ ലെവൽ മാത്രമല്ല, പാപമാണോ അല്ലയോ എന്നുള്ളത് മാത്രമല്ല, എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു വിശ്വാസിക്ക് ഒരു ഇടർച്ചയും കൂടെ ദൈവം എനിക്ക് തന്ന സ്വാതന്ത്ര്യം ഞാൻ ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് രക്ഷയ്ക്കുള്ള ആധാരമല്ല. നിങ്ങൾ യഹൂദന്റെ ഈ പ്രമാണത്തിലേക്ക് വരാൻ വേണ്ടി അല്ല പറഞ്ഞത്, പക്ഷെങ്കിൽ ഇടർച്ച ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? എന്നിട്ട് ഈ ഒരു കൽപ്പന എല്ലാവരെയും അറിയിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഒരു കാര്യം ഒരു കൽപ്പന മുഖാന്തരം അന്ത്യോക്യയിലേക്ക് പൗലോസും ബർണബാസിനെയും കൂടെ ബാഴ്സബസും ശീലാസിനെയും കൂടെ അയക്കുകയാണ്. ജൂഡസ് കോൾ ബാഴ്സബസ് ആൻഡ് ശീലാസ് ആണ് സിൽവാനിയസ്. പത്രോസിന്റെ പിന്നെ ഒരു എഴുത്തുകാരനായി മാറുന്നത് ഈ സിൽവാനിയസ് ആണ്, ശീലാസ്. ഇങ്ങനെ 2 കഥാപാത്രങ്ങളുടെ നമ്മൾ ഇവിടെ പരിചയപ്പെടുകയാണ്. അപ്പോൾ വാട്ട് ഈസ് ദ പ്രാക്ടിക്കൽ അപ്രോച്ച്? ദർ ഇസ് എ ഡോക്ട്രിനൽ സൊല്യൂഷൻ, ദർ ഇസ് എ പ്രാക്ടിക്കൽ അപ്രോച്ച്. ഡോക്ട്രിൻ അല്ല ഇത്, ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു ഉപദേശമാണ്. അത് ദൈവശാസ്ത്രമല്ല. മനസ്സിലായോ? ദിസ് ഇസ് നോട്ട് ഡോക്ട്രിൻ. പക്ഷെങ്കിൽ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ വേറൊരാൾക്ക് ഇടർച്ച വരുത്തരുത്. ഈ ഒരു മേഖല വിശ്വാസികൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പലപ്പോഴും നമ്മൾ പറയാം, എനിക്കറിയാം കർത്താവ് എനിക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും. അതൊരിക്കലും ചെയ്യരുത്. സഹോദരൻ ഇടർച്ച വരുന്നു എന്ന് കണ്ടാൽ നാം അതിൽ നിന്ന് മാറണം.
ഉദാഹരണം പറഞ്ഞാൽ ചിലരുടെ ആരാധന രീതികൾ നമ്മുടെ ആരാധന രീതികളിൽ നിന്ന് ചിലപ്പോൾ വ്യത്യാസമായിരിക്കും. അപ്പം നമ്മൾ എന്നിട്ടില്ല, എനിക്കറിയാം, ഞാൻ കൈകൊട്ടി ബഹളം വെച്ച് ഞാൻ ഇങ്ങനെ ആരാധിക്കത്തുള്ളൂ, അതുകൊണ്ട് നിന്റെ മുമ്പ് വെച്ച് ഞാൻ അങ്ങനെ ആരാധിക്കും. ചെയ്യരുത്. എന്തിനാ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ദിസ് ഇസ് എ പ്രാക്ടിക്കൽ അപ്രോച്ച്. ദൈവശാസ്ത്രമല്ല. സ്വാതന്ത്ര്യം എന്താണ്? എനിക്ക് ഏത് വിധത്തിലും കർത്താവിനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ശരിയാണ്. വാട്ട് ഈസ് ദ പ്രാക്ടിക്കൽ അപ്രോച്ച്? അടുത്തിരിക്കുന്ന സഹോദരനോട് ഇച്ചിരി സെൻസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ് പ്രാക്ടിക്കൽ അപ്രോച്ച്. ഇതാണ് വിവേചന ശക്തി എന്ന് പറയുന്നത്. ദിസ് ഇസ് കോൾഡ് ഡിസേൺമെന്റ്. ഇത് ദൈവം നമുക്ക് എല്ലാവർക്കും തരണം. അതുകൊണ്ടാണ് പലപ്പോഴും ഈ വീടുകളിലൊക്കെ കലഹം ഉണ്ടാകുന്നത്. എന്തുകൊണ്ട്? സ്വാതന്ത്ര്യമുണ്ട് ക്രിസ്തുവിൽ, പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇച്ചിരൂടെ ഒന്ന് വൈസായിട്ട് ഹാൻഡിൽ ചെയ്യണം. ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസാനം എന്താണ് സംഭവിക്കുന്നത്? ഈ എഴുത്ത് ജാതികളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ എന്തോ ഒരു സന്തോഷമാണെന്നറിയോ? അവരെന്താ? കാരണം അവരോട് പറഞ്ഞ എന്നാ, നിങ്ങൾ യഹൂദ പാരമ്പര്യത്തിലേക്ക് വരാത്ത കാലത്തോളം നീയൊന്നും ശരിയായിട്ടുള്ള വിശ്വാസി അല്ലെന്ന് പറഞ്ഞ് അവൻ്റെ ഉള്ളിലെ അവനെ ബുദ്ധിമുട്ടിച്ച് അവനെ കുത്തി നോവിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് അപ്പോസ്തലന്മാരുടെ കയ്യിൽ നിന്ന് ഒരു എഴുത്ത് വരികയാണ്. എന്താണ് എഴുത്തരുത്? കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു. അങ്ങനെ അവർ വിടവാങ്ങി അന്ത്യോക്യയിൽ ചെന്ന് ജനസമൂഹത്തെ കൂട്ടിവരുത്തി ലേഖനം കൊടുത്തു. അവർ ഈ ആശ്വാസവചനം വായിച്ച് സന്തോഷിച്ചു. കൃപയുടെ സന്ദേശം എന്നും ആശ്വാസത്തിൻ്റെ വചനമാണ് കേട്ടോ. യൂദയും ശീലാസും പ്രവാചകന്മാർ അതുകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. കുറെ നാൾ താമസിച്ച ശേഷം സഹോദരന്മാർ അവരെ അയച്ചവരുടെ അടുക്കിലേക്ക് സമാധാനത്തോടെ പറഞ്ഞയച്ചു. എന്നാൽ പൗലോസും ബർണബാസും അന്ത്യോക്യയിൽ പാർത്ത് മറ്റ് പലരോടും കൂടെ കർത്താവിൻ്റെ വചനം ഉപദേശിച്ചും സുവിശേഷിച്ചും കൊണ്ട് ഇരുന്നു. അപ്പോൾ ഈ കൃപയുടെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എവിടെ നിയമവാദം, വേറെവർ ലീഗലിസം ഇസ് ടോട്ട്, അവിടെ ഒരു ഭാരം ഉണ്ടാവും. മാതാപിതാക്കൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾ നമ്മൾ ഡിസിപ്ലിൻ ആവശ്യമാണ്. ചില ബൗണ്ടറീസ് ഒക്കെ കുഞ്ഞിലെ വരയ്ക്കണം, കാരണം അവർക്ക് ബൗണ്ടറീസ് അറിഞ്ഞുകൂടാ. ഇത് തെറ്റാണ്, ഇത് ശരിയായാലും ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയണം. പക്ഷെ ലീഗലിസത്തിൻ്റെ ഭാരം കൊണ്ട് അവരുടെ മേൽ വെച്ചാൽ അവർക്ക് ഇതിനോടെല്ലാം ഒരു 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 അറപ്പുണ്ടാകും. മനസ്സിലായോ? നമ്മുടെ ഉദ്ദേശം കറക്റ്റ് ആയിരിക്കാം, പക്ഷേ ഈ ഭാരം കൊണ്ട് വെക്കരുത്. എപ്പോഴൊക്കെ ഈ നിയമവാദം വരുന്നോ അവിടെ ചില സഭകളിൽ സന്തോഷം കെട്ടുപോകുന്നതിൻ്റെ കാരണം എന്നാ? അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, ഇവിടെ നോക്കരുത്, അവിടെ നോക്കരുത്. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ എന്തുമാത്രം പ്രയാസങ്ങൾ ആളുകൾ കടന്നു പോകുന്നതെന്നറിയാമോ? കാരണം ഇതിൻ്റെ ഭാരം എടുത്ത് അവരുടെ മണ്ടയ്ക്കോട്ട് വെച്ചിട്ട്. ലീഗലിസം ഓൾവേസ് പ്രൊഡ്യൂസസ് ഫിയർ, ഗിൽറ്റ് ആൻഡ് പ്രൈഡ്. ഇതാണ് ലീഗലിസം. ചില സഭകൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ അങ്ങനെ അപ്പോഴത്തേക്ക് ഉള്ളിൽ ഭയമാണ്. അയ്യോ, ദൈവത്തിനടുക്ക പോകുമ്പോൾ ഭയമാണ്. ഭയങ്കര ഭയത്തിലാണ് പാർക്കുന്നത്. എത്രയോ യുവാക്കളെ ഞാൻ മീറ്റ് ചെയ്യുമെന്നറിയോ? അവരെ മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ പറയും, എൻ്റെ ചർച്ചിൽ ഇങ്ങനെ ആയിരുന്നത് കൊണ്ട് എനിക്ക് ദൈവത്തെ അപ്പനായി കാണാനൊക്കത്തില്ല, എനിക്കറിയത്തില്ല, ഐ ഡോണ്ട് നോ ഹൗ ടു സീ ഗോഡ് ആസ് എ ഫാദർ. പിന്നെ ഗിൽറ്റ്, എന്നും അകത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അല്ലെങ്കിൽ ഒരു കൂട്ടർക്ക് എന്താ? അഹങ്കാരം. ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടത്, ഞങ്ങളുടെ ഉപദേശമാണ് കറക്റ്റ് ഉപദേശം, ഞങ്ങൾ ഇതാണ്, ഞങ്ങൾ അതാണ്. ഇറ്റ് പ്രൊഡ്യൂസസ് പ്രൈഡ്. ബട്ട് ഗ്രേസ്, കൃപ എന്താ കൊണ്ടിരുന്നത്? എപ്പോഴും ആശ്വാസത്തിൻ്റെ വചനമാണ് കൊണ്ടിരുന്നത്. എപ്പോഴും കൃപ. അത് ചിലപ്പോൾ മുറിപ്പെടുത്തും, പാപത്തിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകും, പക്ഷെ ആ മുറിപ്പെടുത്തുന്നതിൽ വലിയ ആശ്വാസം കൂടെ ഉണ്ടാകും. ഇതാണ് ലീഗൽ. അപ്പം നിയമവാദത്തിൽ നമ്മൾ എപ്പോഴും മാറി നിൽക്കണം, എപ്പോഴും മാറി നിൽക്കണം. ഒരുത്തൻ്റെ മുടി നീളം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവനെ മാറ്റി നിർത്തി, നിന്റെ മുടി വെട്ടാത്ത കാലത്തോളം നിന്റെ ആരാധനയൊന്നും ശരിയല്ലെന്നൊക്കെ പറഞ്ഞ് നിർത്തിയാൽ ഇറ്റ് ഇസ് ഓൾ ലീഗലിസം. എന്നാൽ അവന് ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ തോന്നും, എടാ എൻ്റെ മുടി നീട്ടി വളർത്തി ഞാൻ സ്റ്റേജിൽ നിന്ന് വല്ലവർക്കൊരു ഇടർച്ചയാണെങ്കിൽ അവൻ തന്നെ വെട്ടും. അങ്ങനെയാണ്. ദാറ്റ് ഈസ് ഗ്രേസ്. അല്ലാതെ അത് നിയമവാദമായിക്കൊണ്ട് അത് ഒരിക്കലും നമ്മൾ ചെയ്യരുത്. അത് വി ഹാവ് ടു ബി വെരി. എന്നാൽ പൗലോസും ബർണബാസും എന്താ ചെയ്യുന്നത്? അവർ വീണ്ടും ഈ ടീച്ചിങ് ഓഫ് ഗോഡ്സ് വേർഡ് എന്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർ ഒന്ന് പഠിപ്പിച്ചെന്നല്ല, അവർ പഠിപ്പിച്ചുകൊണ്ടേ ഇരുന്നു. ഇനിയും അതാണ് നമ്മുടെ യെരുശലേം കൗൺസിലിൻ്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റും ഡിസിഷനും. അതോടെ നമ്മൾ യെരുശലേം കൗൺസിലിൻ്റെ തീരുമാനം എന്താണ് തീരുമാനം? രക്ഷ വിശ്വാസത്താൽ മാത്രം, കൃപയാൽ മാത്രം, യേശു ക്രിസ്തുവിൽ മാത്രം, പ്രവൃത്തി 1% പോലും അല്ല എന്നുള്ളത് വ്യക്തമായി അവിടെ തെളിയിച്ച് അവിടെ അത് ക്ലോസ് ചെയ്തു. പിന്നെ അങ്ങനെ സഭ ആദ്യത്തെ ഏറ്റവും വലിയ ചാലഞ്ച്, ഏറ്റവും വലിയ ദുരുപദേശത്തെ സർവൈവ് ചെയ്തു. അതുകൊണ്ട് സഭ എന്നും വളരും. പ്രിയമുള്ളവർ, ഇനി ഏതൊക്കെ പ്രോസ്പെരിറ്റി ഗോസ്പലും മറ്റേതും മറിച്ചതൊക്കെ വന്നാലും സഭ വളർന്നുകൊണ്ടിരിക്കും. അതിനെക്കുറിച്ച് നമ്മൾ യാതൊരു കാരണവശാലും ഭയക്കേണ്ട കാര്യമില്ല. ഒരു ചെറിയ ഇവാഞ്ചലിസം മോഡലിലൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വാട്ട് ഇസ് ദ ഇവാഞ്ചലിസം മോഡൽ? അപ്പോൾ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? പൗലോസിന്റെ ആദ്യത്തെ മിഷണറി ജേണി കഴിഞ്ഞു. എവിടുന്ന? അന്ത്യോക്യയിൽ തുടങ്ങി അവസാനം അവർ പംഫില്യ, പെർഗോസ്, അവിടെ എല്ലാം കഴിഞ്ഞ് പെർഗയിലൊക്കെ ചെന്ന് തിരിച്ചിവിടെ വന്നു. എവിടെ വന്നു? തിരിച്ച് അന്ത്യോക്യ വന്നു. അവിടുത്തെ
ദൈവശാസ്ത്രപരമായ ഇഷ്യൂസ് ഒക്കെ ഹാൻഡിൽ ചെയ്ത് അവിടെ എല്ലാം സോർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് സിസ്റ്റമാറ്റിക് ആയിട്ട് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൗലോസിന്റെ ഉള്ളിൽ ഇവിടെ നിന്നാൽ പോരെ, ഇനിയും സുവിശേഷം കേൾക്കാത്ത എത്രയോ പോരെ, എനിക്ക് പോകണം. സോ ദർ ഇസ് എ ടീച്ചിങ് ആൻഡ് ദർ ഇസ് എ ഗോയിങ്, ദർ ഇസ് എ ടീച്ചിങ് ആൻഡ് ദർ ഇസ് എ ഗോയിങ്. ഇതാണ് മോഡൽ. പഠിപ്പിക്കുക, പോവുക. ഈ കേൾക്കാത്ത എത്രയോ പേര്. അപ്പോൾ ഉള്ളിൽ ഭയങ്കര പാഷൻ. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർന്നബാസിനോട്, നാം കർത്താവിൻ്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാരെങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ? പൗലോസ് പറഞ്ഞില്ല, ഇപ്പോൾ ഞാൻ പെർഗമോസും ഞാൻ പംഫിലിയും ഒക്കെ പോയതല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിനി വേറെ എവിടെയെങ്കിലും കൂടെ പോവാം. നോ 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 പോയ സ്ഥലത്തേക്ക് ഒന്നുകൂടെ മടങ്ങിപ്പോകുന്നു. ഇവിടാണ് പൗലോസിന്റെ രണ്ടാമത്തെ മിഷണറി ജേണി തുടങ്ങുകയാണ്. രണ്ടാമത്തെ മിഷണറി എന്താണ് പറയുന്നത്? നമുക്ക് മടങ്ങിപ്പോകണം. എവിടാ? നമ്മൾ ആദ്യം പോയി സുവിശേഷം പറഞ്ഞില്ലേ, അനേകർ കർത്താവിനെ അറിഞ്ഞില്ലേ, അവരെങ്ങനെ ഇരിക്കുന്നു, അവർ വളരുന്നുണ്ടോ? ചിലരാണെങ്കിൽ ക്രൂസേഡ് തോറും അങ്ങ് പോവും കേട്ടോ. ഒരു ക്രൂസേഡ് അർത്ഥം, പിന്നെ വേറൊരു ക്രൂസേഡ്. അത് നല്ലതാണ്. ക്രൂസേഡിൽ വന്നവരെവിടാ? ആർക്കറിയാം. അവർ രക്ഷയുടെ അനുഭവത്തിൽ വന്നോ? ആർക്കറിയാം. അവരേതാണ്ട് ഫോമൊക്കെ ഫില്ല് ചെയ്തു, അവർ വളരുന്നുണ്ടോ? ആർക്കറിയാം. അവർ ഏതെങ്കിലും സഭയുടെ ഭാഗമാണോ? ബൈബിൾ അവരെ പഠിപ്പിക്കുന്നുണ്ടോ? ഹൂ നോ? ഇതല്ല മോഡൽ ഓഫ് മിനിസ്ട്രി. ഇതൊരു ശരിയായിട്ടുള്ള മോഡലേ അല്ല. അകത്ത് ഭയങ്കര പാഷൻ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഈ എപ്പോഴും പൗലോസിന്റെ ഉള്ളിൽ സുവിശേഷം പ്രസംഗിക്കാന്ന് മാത്രമല്ല, പിന്നെയോ വിശ്വാസത്തിൽ വന്നവരെ ഉറപ്പിച്ച് അവരെ കർത്താവ് ക്രിസ്തു എന്ന തലയോളം അവരെ വളർത്തുക എന്ന് പറയുന്നതാണ് റെസ്പോൺസിബിലിറ്റി. ഇന്നത്തെ കാലത്ത് എങ്ങനെയാണെന്ന് ഡിസിഷൻ കാർഡിനകത്ത് ഐ ഡിസൈഡ് ടു ഫോളോ ക്രൈസ്റ്റ് നാലിലും കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പി. എന്നിട്ട് പറയും 382 പേര് കർത്താവിനെ രക്ഷപ്പെട്ടു. അവൻ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടോ എന്ന് പോലും അറിയത്തില്ല. അവൻ എവിടാ പോകുന്നതെന്ന് അറിയത്തില്ല. അവനെ വചനത്തിൽ ഉറക്കി, അവൻ എന്നിട്ട് വചനം എങ്ങനെ വായിക്കണ്ടേന്ന് പോലും അറിയത്തില്ല. അവനെ അങ്ങ് വിട്ടേക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൗലോസ് എപ്പോഴും അവരെ ആത്മീയ മക്കളായി കരുതി അവരെ വളർത്തണം, വചനത്തിൽ വളർത്തണം. പോൾ വാസ് നോട്ട് എ ഹിറ്റ് ആൻഡ് റൺ ഇവാഞ്ചലിസ്റ്റ്. എവിടെ ചെന്ന് പറഞ്ഞാൽ അടിച്ചു ഒരു വലിയ പ്രസംഗം, എന്നിട്ട് നമ്മുടെ മീറ്റിങ്ങിൽ 10,000 പേര് വന്നു എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് നോട്ട് അടിച്ചേച്ച് സ്ഥലം വിടുക. അങ്ങനല്ല. പ്രസംഗിച്ചു, ക്രൂസൈഡ് നടത്തി, അത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? See, this is very, very important. Equipping of the saints. ഈ നമ്മൾ നോർത്ത് ഇന്ത്യൻ മിഷനൊക്കെ ഞാൻ പറയും 25 വർഷം 30 വർഷമായി സിസ്റ്റമാറ്റിക് ആയിട്ട് അവിടെ നിന്ന് ദൈവമക്കളെ പഠിപ്പിച്ചു വളർത്തി സുവിശേഷം പറഞ്ഞവരെ കൊണ്ടുവരാന്ന് മാത്രമല്ല. ഹരിയാന ഞാൻ കാണിച്ചില്ല, 7 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ആത്മാവിനെ കിട്ടിയ കേട്ടോ. 7 വർഷം 7 years ഒരൊറ്റ ആത്മാവില്ല. എന്നും രാത്രി, അന്ന് റൂമില്ല, ഒന്നുമില്ല, ഒരു ചെറിയൊരു ഒരു ഇതിലാണ് തമ്പിച്ചാനും ഭാര്യയും കൂടെ എന്നും പ്രാർത്ഥിക്കും, കർത്താവ് ഞങ്ങൾക്ക് ആത്മാക്കളെത്താ. 7 വർഷം ഒരൊറ്റ ആത്മാവില്ല. ഇന്നങ്ങോട്ട് ചെല്ലണം കൺവെൻഷൻ്റെ സമയത്ത്, ഒരാത്മാവിനകത്തോട്ട് കടക്കാൻ സ്ഥലമില്ലാതെ പോലെ അവിടെ നിറഞ്ഞിരിക്കുന്നത്. പക്ഷേങ്കിൽ അത് എന്തുകൊണ്ടാണെന്നറിയോ? ആ ഒരു ആത്മാവ് വന്നപ്പോൾ ആ ആത്മാവിന് വേണ്ടി വാദിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അവരെ വചനത്തിൽ ബലപ്പെടുത്തി, അവരെ എക്വിപ്പ് ചെയ്ത്, അവരെ വളർത്തി, അവരെ മിഷണറിമാരാക്കുകയാണ്. അപ്പം അവർ പോകുന്നിടത്ത് അവരെ മിഷണറിമാർ. ഇപ്പോൾ ഹരിയാന UP-യിലേക്ക് അവർ അവിടുന്ന് 2 പേരെ വിടുന്നു. അവരിപ്പോൾ ട്രെയിനിങ്ങിന് വരുന്നു. അടുത്ത 2 ആഴ്ച കഴിയുമ്പോൾ തിരുവല്ലയിലേക്ക് വരുന്നു. 2 പേരെ വിടുന്നു. ദിസ് ഇസ് ദ മിനിസ്ട്രി മോഡൽ, നോട്ട് എ ഹിറ്റ് ആൻഡ് റൺ മോഡൽ. എവിടെയും ചെന്നു, ഞാനും ചെന്നു, അവിടെ ചെന്ന് പ്രസംഗിച്ചു, ഞങ്ങളും വലിയ മീറ്റിംഗ് നടത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്ഥലം വിട്ടു. അതല്ല മിനിസ്ട്രി മോഡൽ. പോയ സ്ഥലത്തേക്ക് നമുക്ക് മടങ്ങിപ്പോകണം, അവരെ വളർത്തണം, അവരെ എക്വിപ്പ് ചെയ്യണം. ദാറ്റ് ഇസ് ദ മോഡൽ ഓഫ് മിനിസ്ട്രി. ഇനി ഒരു കഥാപാത്രം തിരിച്ചു വരികയാണ്. ആരാന്നറിയോ? യോഹന്നാൻ മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ടു പോകാൻ ബർന്നബാസ് ഇച്ഛിച്ചു. അപ്പോൾ അടുത്ത സെക്കൻഡ് മിഷണറി ജേണി പൗലോസ് ബർന്നബാസിനോട് പോകാം. നമുക്ക് പോകാൻ സമയമായി, നമുക്ക് ഒന്നുകൂടെ റിവിസിറ്റ് ചെയ്യണം. അപ്പോൾ പറഞ്ഞു നമുക്കൊരു ഹെൽപ്പറിനെ ആവശ്യമാണ്. ആരാണ് ഹെൽപ്പർ? യോഹന്നാൻ മർക്കോസ് ആരാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ പംഫിലിയെ വെച്ച് പകുതി വഴി ഇട്ടേച്ച് പോയ പാർട്ടിയാണ് യോഹന്നാൻ മർക്കോസ്. പക്ഷെ ബർന്നബാസ് പറഞ്ഞു നമുക്ക് ഈ പുള്ളിയെ കൊണ്ടുപോകണം. പൗലോസോ പംഫിലിയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവൃത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ലെന്ന് തീരുമാനിച്ചു. പൗലോസ് ഭയങ്കര ക്ലിയർ ആണ്. ഇട്ടേച്ച് പോകുന്ന പാർട്ടികളൊന്നും എൻ്റെ കൂട്ടത്തിൽ വേണ്ട. അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിഞ്ഞു. ബർന്നബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. അപ്പം കുപ്രോസിലെ തിരിച്ചുള്ള ഡിസൈപ്പിൾഷിപ്പും ഫോളോ അപ്പും യോഹന്നാൻ മർക്കോസും ബർന്നബാസും ചെയ്യും. അപ്പോൾ അങ്ങോട്ട് ഇവർ പോകത്തില്ല. ആരാ? പൗലോസ് പിന്നെ ഇനി തിരിച്ച് കുപ്രോസിലോട്ട് പോകത്തില്ല. കാരണം അവിടെ അവരുണ്ടല്ലോ, അവിടെ പോയിട്ട് കാര്യമില്ല. നേരെ തിരിച്ച് സിറിയയിലേക്ക് പോകും. പൗലോസോ
ഷീലാസിനെ തിരഞ്ഞെടുത്ത് സഹോദരന്മാരാൽ കർത്താവിന്റെ കൃപയിൽ ഭരമേൽപ്പിക്കപ്പെട്ടിട്ട് യാത്ര പുറപ്പെട്ടു സുറിയ കിലിക്കിയ ദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച സഭകളെ ഉറപ്പിച്ചു പോകുന്നു. അപ്പോൾ അവര് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പൗലോസും ബർന്നബാസും തമ്മിൽ അടിയുണ്ടാകും. അപ്പം പ്രിയമുള്ളവരുടെ നോക്കിക്കോണേ, ആദ്യം ഒരു അടി ഉണ്ടാകുന്ന ആരാന്നറിയോ? യഹൂദ പാരമ്പര്യം അനുസരിച്ച് കുറച്ച് പരീശന്മാർ. അതുകൊണ്ടാണ് പൗലോസിന്റെ റോൾ എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്. പൗലോസ് എന്നാ പറയുന്നത്? പരീശന്മാരിൽ പരീശനാ ഞാൻ, എന്നാൽ ഞാൻ തന്നെ നിങ്ങളോട് പറയുകയാണ്, പ്രവൃത്തിയാലല്ല കൃപയാൽ മാത്രമേ രക്ഷിക്കപ്പെടത്തുള്ളൂ എന്ന് പുള്ളി പറയുമ്പോൾ ഇതിന് ഭയങ്കര വെയിറ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം സോൾവ് ചെയ്തു, യാക്കോബ് എഴുന്നേറ്റ് നിന്ന് ആ പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്തു. ഇപ്പോൾ അടുത്ത പ്രോബ്ലം എവിടാ? പൗലോസും ബർന്നബാസും. എനിക്ക് വലിയ വിഷമമായിരുന്നു, കാരണം ഇവരല്ലയോ ഈ മിഷണറി വർക്ക് തുടങ്ങിയത്. ആദ്യം ബർന്നബാസും പൗലോസും എന്നാണ് എഴുതിയിരിക്കുന്നത്, കാരണം ബർന്നബാസ് ഉള്ളത് കൊണ്ടാണ് പൗലോസ്. ഇനിയിപ്പോൾ കണ്ടോ, ഭാഷ മാറിയത് കണ്ടോ, ഇപ്പൊ പൗലോസും ബർന്നബാസുമായി. ഇങ്ങനെ പ്രിയമുള്ളവരെ ചിലപ്പം നമ്മൾ ചില പുള്ളികളൊക്കെ കൂട്ടിക്കൊണ്ട് നടക്കും, കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മളെക്കാട്ടി ഫേമസ് ആവും. കുഴപ്പമില്ല, ഡോണ്ട് വറി, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ, അതാണ് നമ്മുടെ വിഷയം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അടുത്ത രണ്ടാമത്തെ ജേർണി തുടങ്ങാൻ പോകും. അപ്പോൾ പൗലോസും ബർന്നബാസും ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അവർ പറയാണ്, അപ്പോൾ ബർന്നബാസ് പറഞ്ഞു നമുക്ക് കൂട്ടിക്കൊണ്ട് പോയേ പറ്റത്തുള്ളൂ യോഹന്നാൻ മർക്കോസിനെ. പൗലോസ് പറഞ്ഞു ഇട്ടേച്ച് പോയ ഒരൊറ്റ പുള്ളിയെ എൻ്റെ കൂട്ടത്തിൽ ഞാൻ കൂട്ടത്തിൽ. ഈ പൗലോസ് ഈ ആൽഫാമെയില, മനസ്സിലായോ? ആൽഫാമെയിൽ എന്ന് പറയും ഇന്നത്തെ കാലത്ത്. പുള്ളിക്ക് ഒരു വഴിക്ക് പുള്ളി പോയാൽ പുള്ളിക്ക് എന്താ പറയണ്ടേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അത് കർത്താവിനെ അറിയാഞ്ഞ സമയത്തും അങ്ങനെ ആയിരുന്നു, കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞിട്ടും പുള്ളിക്ക് ഇങ്ങനെ. പുള്ളിക്ക് ഒരൊറ്റ ടാർഗറ്റാണ്, എൻ്റെ കൂട്ടത്തിൽ വരുന്നു. ചിലരൊക്കെ ചോദിക്കത്തില്ലേ, നീ വരുന്നോ ഇല്ലയോ, ആദ്യം പറ. ഇട്ടേച്ച് പോകുന്ന പാർട്ടികളെ കൂട്ടുന്ന പരിപാടി പൗലോസിനില്ല. ഇപ്പം ഒരുപാട് ദൈവശാസ്ത്രജ്ഞന്മാർ ഇതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്. പൗലോസ് ചെയ്തതാണോ ശരി, ബർന്നബാസാണോ ശരി. എന്തു ആയിക്കൊള്ളട്ടെ, എൻ്റെ വശം ഞാൻ പറയാം. ഇതിന് ശേഷം പൗലോസും ബർന്നബാസും പിന്നെ ഒന്നിച്ച് ശുശ്രൂഷിച്ചിട്ടില്ല. എനിക്കത് വലിയ വിഷമമാണ് കേട്ടോ, എനിക്ക്. കാരണം പിന്നെ പൗലോസാണ് പിന്നെ വലിയ പുള്ളി ഇത് കഴിഞ്ഞിട്ട്. ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെങ്കിൽ ഇവർ തമ്മിൽ അകത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ടായിരുന്നതിൻ്റെ തെളിവ് ഞാൻ പറയാം. 1 കൊരിന്ത്യർ 9:6 അവർ തമ്മിലുള്ള പ്രയാസം അവർ റിസോൾവ് ചെയ്തെന്ന് മാത്രമല്ല, പൗലോസ് എഴുതുന്ന ഒരു കാര്യമുണ്ട്, ബർന്നബാസിന്റെ ശുശ്രൂഷയെക്കുറിച്ച് അപ്രൂവലോടാണ് എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ അവർ ഡിസഗ്രിമെന്റ് ഉണ്ടായിരുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര റെസ്പെക്ട്. പ്രിയമുള്ളവർ, ഇത് നമ്മൾ മനസ്സിലാക്കണം. ദൈവശാസ്ത്രപരമായി നമ്മൾ അഗ്രി ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ, ദൈവശാസ്ത്രപരമായി നമ്മൾ ഡിസഗ്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഒരുത്തൻ ഒരു ഗോസ്പൽ പറയുന്നു, മറ്റൊരുത്തൻ വേറൊരു ഗോസ്പൽ പറഞ്ഞാൽ തീർന്നു, നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല അതിനകത്ത്. പക്ഷെങ്കിൽ നമ്മുടെ ഗോസ്പൽ സെൻട്രിസിറ്റി ഒന്നായി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് തർക്കം ഉണ്ടായാൽ തന്നെ നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടാകണം. കാരണം സഭയിൽ എന്നും അങ്ങനെ ചിലർ കാണും. ഞാൻ പറഞ്ഞു, എൻ്റെ തിയോളജിയോട് ഫുള്ളി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ എൻ്റെ ബൈബിൾ സ്റ്റഡി കാണും, അത് നമുക്ക് ഫുള്ളി. പക്ഷേ അത് കോർ ഡോക്ട്രിൻ, അത് നമ്മൾ അഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യത്തിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ഉണ്ടാകണം എന്ന് നാം പഠിക്കേണ്ട കാര്യം. അവസാനം പൗലോസ് എന്ത് ചെയ്യുന്നു? പൗലോസ് ശീലാസിനെ തിരഞ്ഞെടുക്കുന്നു. ശീലാസ് ഒരു യഹൂദനാണ്, ശീലാസ് ഒരു റോമൻ പൗരനാണ്. അപ്പോൾ പൗലോസിനെ പോലെ തന്നെ നല്ല അഡ്വാൻറ്റേജ് ഉള്ളൊരു പാർട്ടിയാണ് സിൽവാനിയോസ്. പക്ഷേ രസം എന്നാണെന്നറിയോ? ഈ പറഞ്ഞു വിട്ട യോഹന്നാൻ മർക്കോസിനെ പൗലൂസ് തന്നെ തിരിച്ചു വിളിക്കുക കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനെ ഒന്ന് വിട്ടു തരണം. ഞാൻ വല്ലതായിരുന്നെങ്കിൽ ബർന്നബാസിൻ്റെ സ്ഥലത്ത് ഞാൻ അന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, അന്ന് നീ പറഞ്ഞപ്പോൾ നീ എന്തുമായിരുന്നു, എന്നോട് വഴക്കുണ്ടാക്കി എന്നെ ഇട്ടേച്ച് പോയി, നിനക്കിനി യോഹന്നാൻ വിട്ടു തരുന്ന പ്രശ്നമില്ല, വിട്ടു തരുന്നത് അവൻ എൻ്റെ ആളാ. ഈ ബർന്നബാസിൻ്റെ ഹൃദയം എന്തോ ഒരു ഹൃദയമാണെന്നാണ് ഞാൻ ഈ ചിന്തിക്കുന്നത്. എന്തോ ഒരു ഹൃദയമാണ്, വാട്ട് എ മാൻ. അപ്പോൾ പൗലോസിനോട് തർക്കിച്ചത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. എന്തുവായാലും ഇതുപോലെ ആളുകളെ കൂട്ടിക്കൊണ്ട് നടക്കുന്നൊരു മനുഷ്യൻ. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷം നമുക്കുള്ളത്, നമ്മളത് മറക്കരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? അവർ രണ്ടുപേര് സ്പ്ലിറ്റായി. പൗലോസിന്റെ മിഷണറി ജേർണി ഇനി നമ്മൾ വായിക്കത്തുള്ളൂ, ബർന്നബാസിന്റെ മിഷണറി ജേർണിയെക്കുറിച്ച് ഒരു വാക്ക് പോലും ഇനി നമ്മൾ വായിക്കത്തില്ല. പക്ഷെങ്കിൽ അവരിരുവരും കർത്താവിൻ്റെ വേലയിൽ സഭകളെ ഉറപ്പിച്ചു. ഫോളോ അപ്പ് ഡിസൈപ്പിൾഷിപ്പ്. നിങ്ങൾ പോയി സകല ജനത്തെയും ശിഷ്യരാക്കിക്കൊള്ളൂ എന്നാണ് പറഞ്ഞത്. കോൺവേർട്ട്സ് ഉണ്ടാക്കാനല്ല ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഗോഡ് ഹാസ് ആസ്ക്ഡ് us to make disciples. യൂത്ത് ഫോർമേഷന്റെ ടാഗ് ലൈൻ തന്നെ അതാണ്, ഡിസൈപ്പിളിംഗ് ദ നെക്സ്റ്റ് ജനറേഷൻ, നോട്ട് എന്റർടൈനിങ് ദ നെക്സ്റ്റ് ജനറേഷൻ, നോട്ട് കൺവേർട്ടിംഗ് ദ നെക്സ്റ്റ് ജനറേഷൻ, ഇറ്റ് ഇസ് ഡിസൈപ്പിളിംഗ് ദ നെക്സ്റ്റ് ജനറേഷൻ. ദിസ് ഇസ് ദ ഓൺലി മിഷണറി മോഡൽ. ഇതാണ് മിഷണറി മോഡൽ. ഡിസൈപ്പിൾ ചെയ്യുകയാണ്. ശിഷ്യത്തിൽ ക്രിസ്തു എന്ന തലയോളം അവരെ, അല്ലാതെ എല്ലാ ഞായറാഴ്ച അവരെ പമ്പ് ചെയ്ത് വിറപ്പിച്ച് അവരെ അങ്ങ് മേളിൽ കയറ്റുക എന്നുള്ളതല്ല. അവരെ ശിഷ്യത്വത്തിലേക്ക്, മെച്ചോറിറ്റിയിലേക്ക് നാം അവരെ വളർത്തണം. അപ്പോൾ യെരുശലേം കൗൺസിൽ ഡോക്ടറൽ ഇഷ്യൂ സോൾവ് ചെയ്യുന്നു, പ്രാക്ടിക്കലായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുന്നു. അതിനുശേഷം
ഫോളോ അപ്പ് മിനിസ്ട്രി, രണ്ടാമത്തെ മിഷണറി ജേണി ആരംഭിക്കുമ്പോൾ ഫോളോ അപ്പ് മിനിസ്ട്രി മോഡൽ ഇവിടെ നമ്മൾ മനോഹരമായിട്ടുള്ളൊരു മോഡൽ കാണുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പഠിച്ച ഭാഗം എനിക്കൊന്ന് നമുക്ക് ഒത്തിരി പ്രാക്ടിക്കൽ കാര്യങ്ങൾ തരുന്നുണ്ട്. ഡോക്ടറിനലി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, പ്രാക്ടിക്കലി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, മിനിസ്ട്രി എങ്ങനെ ചെയ്യണം, ഫോളോ അപ്പ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് വളരെ വ്യക്തമായി അപ്പോസ്തല പ്രവർത്തികളുടെ 15-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. അതാണ് ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ആദ്യം നമ്മുടെ ഫീൽഡിൽ നിന്ന് കാണിച്ചത്. ഓക്കെ, നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് തന്ന ഈ നല്ല സ്റ്റഡിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ബർണബാസിന്റെ ഹൃദയത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പൗലോസിന്റെ തീക്ഷ്ണതയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. വിവേകമുള്ളൊരു ആത്മാവിനെ ഞങ്ങൾക്ക് തരണം. ലോർഡ്, ഗിവ് us എ സ്പിരിറ്റ് ഓഫ് ഡിസേൺമെന്റ്. വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കണം കർത്താവെ. അത് മാത്രമല്ല കർത്താവ്, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ശിഷ്യന്മാർ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് ക്രിസ്തു എന്ന തലയോളം അവരെ വളർത്തുവാൻ, അവരെ റീവിസിറ്റ് ചെയ്യുവാൻ ആ ഭാരം ഞങ്ങളുടെ ഉള്ളിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ അവരെ വേരൂന്നി അവരെ ഉറപ്പിച്ച് ശക്തരായ വിശ്വാസികളെ ഉണ്ടാക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്ന കൃപയോടെ.